എൻ്റെ പേര് സുജിത്ത്. കോട്ടയം ആർപ്പക്കരയാണ് എൻ്റെ സ്ഥലം, എൻ്റെ ജന്മസ്ഥലം. കോട്ടയത്താണ് എൻ്റെ ബിസിനസ്സും കാര്യങ്ങളെല്ലാം. അപ്പോൾ കഴിഞ്ഞ ഒരു 6 വർഷമായിട്ട് ഞാൻ RCM എന്ന 3 അക്ഷരം കേട്ടു തുടങ്ങിയിട്ട്. എറണാകുളത്തുള്ള രമാമഴം എന്നൊരു വ്യക്തിയാണ് എന്നെ ആദ്യമായിട്ട് ഈ RCM എന്ന ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് നയിക്കുന്നത്. അപ്പോൾ RCM എന്ന പ്രസ്ഥാനത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും കണ്ട പോലെ തന്നെ പ്രോഡക്റ്റിലെ പ്രത്യേകത തന്നെയാണ് എന്നെ ഏറ്റവും കൂടുതൽ ഇതിനകത്ത് ആകർഷിച്ചതെന്ന് തോന്നുന്നു. എന്താണ് കാരണമെന്ന് ഇപ്പോൾ പുറകോട്ട് നോക്കുമ്പോൾ പലപ്പോഴും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു, എനിക്ക് എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് RCM എന്ന നന്മ. എനിക്ക് RCM തന്ന രമേടത്തെ ഒത്തിരി സ്നേഹത്തെ ഓർത്തുകൊണ്ട് തന്നെ ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്, എല്ലാവരുടെയും അനുഗ്രഹത്തോടെ. അപ്പോൾ താങ്ക് യു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം വുഡ്ഡോട്ടിന്റെ ഒരു സെഷൻ തുടങ്ങി. അതേ പ്രസന്റേഷന് തന്നെ ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. കാരണം അന്ന് നമ്മൾ 7:15 പ്ലാറ്റ്ഫോം ആയിരുന്നു, കൂടുതൽ ആൾക്കാർക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും മൂസാർ പറഞ്ഞു, അപ്പോൾ ഞാൻ ഇന്ന് റെഡിയാന്ന് പറഞ്ഞു. അപ്പോൾ 8:45 പ്ലാറ്റ്ഫോമിൽ വീണ്ടും നമുക്ക് വുഡ്ഡോട്ടിനെ കേൾക്കാം. അപ്പൊ ഞാൻ അന്ന് ചെയ്തത് ശരിക്കും പറഞ്ഞ ഒരു പ്രസന്റേഷനിലൂടെ തന്നെയാണ്, ഇന്നും ഒരു പ്രസന്റേഷനിലൂടെയാണ് ഞാൻ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം എന്റെ പ്രസന്റേഷൻ ഒന്ന് ഷെയർ ചെയ്യുകയാണ്. ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് ഞാൻ വന്നു, പ്രോഡക്റ്റ് ഉപയോഗിച്ചു, ഇഷ്ടപ്പെട്ടു, എല്ലാവരും വന്നു. പക്ഷെ ഈ പ്രസ്ഥാനത്തിലേക്ക് നമ്മളെ നയിച്ച ധാരാളം ആൾക്കാരുണ്ട്. കാരണം ഒറ്റയ്ക്ക് ഈ പ്രസ്ഥാനത്തിൽ നമുക്ക് എങ്ങും എത്താൻ പറ്റില്ല. ഇന്ന് RCM എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ കാരണക്കാര് നമ്മളെ ഓരോരുത്തരെയും നമ്മളെ നയിക്കുന്ന ലീഡേഴ്സാണ്. മറക്കാൻ പറ്റാത്ത ധാരാളം ലീഡേഴ്സ് എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഉണ്ട്. കാരണം ഓരോരുത്തരുടെയും പേരെടുത്ത് ഞാൻ പ്രത്യേകമായിട്ട് പറയുന്നില്ല, പക്ഷെ ഓരോ ലീഡേഴ്സും തന്ന ഓരോ വാല്യൂ അത് വിലമതിക്കാനാവാത്തതാണ്. ഇന്നത്തെ പ്രസന്റേഷനും ശരിക്കും പറഞ്ഞാൽ വാല്യൂ, എന്താണ് വാല്യൂ? നമ്മൾ ഒരു പ്രോഡക്റ്റ് മേടിക്കുമ്പോൾ അതിന്റെ വില നോക്കാറുണ്ട്, അതിന്റെ വാല്യൂ നോക്കാറുണ്ടോ എന്നുള്ളതാണ്. വാല്യൂ എന്നതിന് വില മതിക്കാനാവില്ല. അപ്പോൾ ഈ പ്രസന്റേഷന്റെ ലാസ്റ്റ് വരെ കണ്ടു കഴിഞ്ഞാൽ എന്താണ് വാല്യൂ എന്ന് ഉള്ളതിന് ഒരു മീനിങ് കിട്ടും. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കാണിക്കുന്നത് ഫ്യൂച്ചർ വുഡ്ഡോട്ട്, അതായത് വുഡ്ഡോട്ടിന്റെ ഭാവി എന്താണെന്ന് വേണേൽ ചിന്തിക്കാം, ഭാവിയിൽ വുഡ്ഡോട്ടാണെന്ന് വേണേൽ ചിന്തിക്കാം. ഇതിന്റെ ഉത്തരം ഈ പ്രസന്റേഷൻ കഴിയുമ്പോഴത്തേക്കിനും നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ വരാം. കാരണം എന്താണ് വുഡ്ഡോട്ട്, അതാണ് നമ്മൾ ഇന്നത്തെ പ്രസന്റേഷനിലൂടെ കാണാൻ പോകുന്നത്. ഈ വുഡ്ഡോട്ടിന്റെ ലോഗോ, ഈ മനോഹരമായ ലോഗോയാണ് എന്നെ വുഡ്ഡോട്ടിലോട്ട് അട്രാക്ട് ചെയ്യിപ്പിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം പലപ്പോഴും RCM വന്ന് വളരെ തമാശയ്ക്കായിരിക്കാം, RCM സീരിയസ് ആയിട്ട് എടുത്തിട്ടല്ല പലരും RCM വരുന്നത്. അപ്പം തുടക്കകാലത്ത് നമ്മൾ എങ്ങനെ RCM ഏറ്റെടുത്തു എന്നുള്ളതോ എന്തുകൊണ്ട് RCM വന്നു എന്നുള്ളതോ ഒരു പ്രത്യേകിച്ച് ഒരു ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റാറില്ല. പക്ഷെ ഇപ്പോഴും എനിക്ക് ഈ ഒരു ലോഗോ ഞാൻ മറന്നിട്ടില്ല. ആദ്യമായിട്ട് കണ്ടപ്പോൾ തന്നെ എന്നെ അട്രാക്ട് ചെയ്ത എന്താണെന്ന് പറഞ്ഞുകൂടാ, എന്താ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞുകൂടാ, എന്താ കമ്പനി എന്ന് പറഞ്ഞുകൂടാ, പക്ഷെ ആ ലോഗോയിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇന്നൊന്ന് നോക്കിക്കൊണ്ടിരിക്കാൻ തന്നെ എത്ര സുന്ദരമാണ് ആ കളറും ആ കോമ്പിനേഷനും ഒക്കെ, അല്ലെ? ഇന്നത് നോക്കിക്കൊണ്ടിരിക്കേണ്ട, നമുക്ക് ഇതിന്റെ ചരിത്രം ഒന്ന് കാണാം. ഈ ഒരു പ്രസ്ഥാനം തുടങ്ങുന്നത് ശരിക്കും പറഞ്ഞാൽ അഭിഷേക് സിൻഹ, ദീപക് പരിഹാർ തുടങ്ങിയ 2 ചെറുപ്പക്കാരാണ് ഈ ഒരു പ്രസ്ഥാനത്തിന് തുടക്കമിടുന്നത്, വുഡ്ഡോട്ടിന്റെ പ്രസ്ഥാനം. ഇവര് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ എഡ്യൂക്കേഷൻ ശേഷം ഇന്ത്യ കാണാൻ വേണ്ടി, നമ്മൾ എല്ലാവരും സഞ്ചരിക്കുന്ന പോലെ ഇന്ത്യ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഒരു യാത്ര ചെയ്തു. ആ യാത്ര ചെയ്തപ്പോൾ അവർ കണ്ട കുറച്ച് സത്യങ്ങൾ, കുറച്ച് റിയാലിറ്റികൾ. കാരണം ഏറ്റവും കൂടുതൽ ഫേമസ് സാർ പറഞ്ഞു, നമ്മുടെ വുഡ്ഡോട്ടിന്റെ പ്രസന്റേഷനിലൊക്കെ പറഞ്ഞു, ഏറ്റവും കൂടുതൽ മാംസാഹാരികളുള്ള ഒരു കൺട്രിയാണ് ഇന്ത്യ. പക്ഷേ അവിടെ മാംസാഹാരത്തിന് വേണ്ടിയിട്ട് ഒരു ജീവനെ എത്രത്തോളം ക്രൂരമായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ആ കണ്ട സത്യം. നമ്മൾ ഓരോരുത്തരും നമ്മൾ കഴിക്കുന്ന നോൺ വെജിറ്റേറിയൻ വരുന്ന വഴികളൊന്ന് പുറകോട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അതിന്റെ റിയൽ വീഡിയോസ് നമുക്ക് ഇവിടെ പ്രസന്റ് ചെയ്യാം, പക്ഷെ അത് എല്ലാവർക്കും ചിലപ്പോൾ കണ്ടു നിൽക്കാൻ പറ്റില്ല. നമ്മൾ ഓരോരുത്തരും കാണുന്നത് പാക്ക് ചെയ്ത ഏതെങ്കിലും ഒരു മീറ്റോ അല്ലെങ്കിൽ ലാസ്റ്റ് എൻഡിൽ വരുന്നതായിരിക്കും. അതിന് മുമ്പ് കുറെ കഥകളുണ്ട്, മുമ്പ് കുറെ ജനനങ്ങളുണ്ട്, കുറെ ജീവനുകളുണ്ട്. ഈ ജീവനുകളെ എങ്ങനെ നമ്മുടെ തീന്മേശ വരെ എത്തിക്കുന്നു എന്നുള്ളത് വലിയൊരു സങ്കടകരമായ കാര്യം. അപ്പം ഇത് കണ്ട ഈ ചെറുപ്പക്കാരുടെ മനസ്സിലുദിച്ചൊരു ആശയമാണ്, എന്തുകൊണ്ട് ഇതിനൊരു ഓൾട്ടർനേറ്റീവ്, ഒരു ജീവനെ കൊല്ലാതെ നമുക്ക് ഇതേ ടേസ്റ്റും ഇതേ രീതിയിൽ നോൺ വെജിറ്റേറിയൻ പോലെ തന്നെ കൊടുക്കാൻ പറ്റുന്ന ഒരു ഫുഡ് കണ്ടുപിടിച്ചു കൂടാ എന്നുള്ള ഒരു ചിന്തയിൽ നിന്നും വന്ന ഉരുത്തിരിഞ്ഞ ഒരു പ്രസ്ഥാനമാണ് ശരിക്കും പറഞ്ഞ വുഡ്ഡോട്ട്. അപ്പം ഈ 2 ചെറുപ്പക്കാർക്കും നമുക്ക് ഒരു നല്ല പൂപ്പുകൈ കൊടുക്കാം. കാരണം ഇവർ ചെയ്തതിന്റെ നന്മ നമ്മൾ ഇനി കാണാൻ പോകുന്നത്. 2013 വുഡ്ഡോട്ടിന്റെ സ്റ്റാർട്ടിങ്, തുടക്കം. ഇന്ന് 2026 2026 ആയപ്പോഴത്തേക്കിനും ശരിക്കും പറഞ്ഞാൽ ഇന്ന് വുഡ്ഡോട്ടിന്റെ സ്ഥാനം ഇന്ത്യയിലെ നമ്പർ 1 ആണ്. പ്ലാന്റ് ബേസ്ഡ് പ്രോഡക്റ്റുകളിൽ ഇന്ത്യയിൽ ഏറ്റവും നമ്പർ 1 ആയിട്ട് നിൽക്കുന്ന
ഒരു കമ്പനിയായിട്ട് മാറി ഗുഡ്ഡോട്ട്. എങ്ങനെ മാറി? ഇത്രയും ചെറിയ കാലയളവിൽ ഒരു പുതിയ കമ്പനി എങ്ങനെ ഇത്രയും വലുതായി എന്നുള്ളതാണ് അടുത്ത കാണാൻ പോകുന്ന നമ്മുടെ കഥകൾ. അപ്പോൾ ഒരു ചെറിയതായിട്ട് തുടങ്ങിയ ഒരു കമ്പനിയെ വലുതാക്കാൻ പറ്റുന്ന ഒരു കൈകോർക്കലാണ് ശരിക്കും പറഞ്ഞാൽ ഗുഡ്ഡോട്ടിനെ ഇവിടം വരെ എത്തിയത്. അത് മറ്റാരുമല്ല, നമ്മളൊക്കെ ഇവിടെ ഇരിക്കാൻ കാരണക്കാരായ ആസ്യം എന്ന പ്രസ്ഥാനം, TCG എന്ന മഹാമനുഷ്യൻ. TCG എന്ന മഹാമനുഷ്യൻ ഈ കൺസെപ്റ്റിനെ അക്സെപ്റ്റ് ചെയ്തു. കൈകോർക്കാൻ, ഗുഡ്ഡോട്ടിനോടൊപ്പം കൈകോർക്കാൻ തയ്യാറായതുകൊണ്ട് മാത്രമാണ് ഗുഡ്ഡോട്ട് എന്ന പ്രസ്ഥാനം ഇത്രയും വലുതാകാൻ കാര്യം. കാരണം ആർസിഎമ്മിന്റെ കൂടെ ആര് കൈകോർക്കുന്നോ അവർ വലുതാവും. അത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം, അല്ലെ? ആർസിഎമ്മിൽ ഉറച്ചു നിൽക്കുന്ന, ആർസിഎമ്മിനെ മനസ്സിലാക്കി നിൽക്കുന്ന ഓരോരുത്തർക്കും അറിയാം വളർച്ച കാണാൻ പറ്റും. വന്ന പോലല്ല നമ്മൾ ഓരോരുത്തരും, നമ്മൾ എല്ലാവരും മാറി, അല്ലെ? കൂടുതൽ വർഷം ആർസിഎമ്മിൽ നിൽക്കുമ്പോഴേ അറിയാൻ പറ്റും. തുടക്കക്കാർക്ക് ചിലപ്പോൾ അത് പറഞ്ഞാൽ മനസ്സിലാകില്ല. പക്ഷെ അവിടെ ഈ ഒരു വിഷൻ, ആർസിഎമ്മിന്റെ കൂടെ കൈകോർക്കാൻ തോന്നിയ ഗുഡ്ഡോട്ടും കാണിച്ച ആ ഒരു വിഷണറി ഒരു തീരുമാനം, ആ ഒരു ഡിസിഷനാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഗുഡ്ഡോട്ടിനെ ആർസിഎമ്മിന്റെ കൂടെ വളരാൻ സഹായിച്ചത്. കാരണം നോക്കൂ, ആർസിഎമ്മും ഗുഡ്ഡോട്ടും ഒരുമിച്ച് നിൽക്കുന്ന ആ ഒരു പിക്ചർ, ഇതൊക്കെ കാണാൻ എത്ര ഭംഗിയാണ്. 2016 ശരിക്കും ആർസിഎമ്മും ഗുഡ്ഡോട്ടും തമ്മിൽ ഒന്ന് കൈകോർത്ത് മുന്നോട്ട് പോകാൻ തുടങ്ങും. അവിടെ നിന്ന് മുന്നോട്ട് ആർസിഎം എന്ന് ഗ്രോത്തിലേക്ക് മാത്രമേ പോയിട്ടുള്ളൂ. ആർസിഎമ്മിന്റെ കൂടെ നിൽക്കുന്നവരും ഗ്രോത്തിലോട്ട് തന്നെ പോകും. അങ്ങനെ ഗുഡ്ഡോട്ടും ആർസിഎമ്മും ഒരുമിച്ച് വളർന്ന പോലെ വളരെ ചെറുതായിട്ട് തുടങ്ങിയ ഒരു ചെറിയ പ്രസ്ഥാനം ഇന്ന് ആർസിഎമ്മിന്റെ കൂടെ നിന്ന് ആർസിഎമ്മിനോടൊപ്പം വളർന്ന് ഇതിപ്പോ 2024 വരെയാണ് കാണിച്ചേക്കുന്നത്. ഇന്ന് 2026 ഹേമന്ത് സാർ എന്താ പറഞ്ഞു, കേരളത്തിൽ മാത്രം എത്ര വ്യത്യാസമാണ് ടേൺ ഓവറിൽ വന്നേക്കുന്നത് ഗുഡ്ഡോട്ടിന്റെ മാത്രം. അപ്പം ഓരോ വർഷവും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ഇതിനെപ്പറ്റി നമ്മളൊന്നും കണ്ടില്ലെങ്കിലും ഇന്റർനാഷണൽ മാഗസിനുകളും ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറുകളൊക്കെ ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മുടെ ജനങ്ങളിലോട്ട് എത്തിക്കുന്നുണ്ട്. ഇന്ന് ഗുഡ്ഡോട്ട് എന്ന കമ്പനി ആർസിഎമ്മിന്റെ കൂടെ മാത്രമല്ല, അവർ സ്റ്റാൻഡ് അലോൺ ആയിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം ഇന്ത്യയിൽ മാത്രമല്ല, ഓസ്ട്രേലിയയിൽ ധാരാളം, കാരണം ഓസ്ട്രേലിയ വിദേശ കമ്പനികളിൽ വെച്ച് നോക്കുമ്പോൾ ധാരാളം കമ്പനികൾ പ്ലാന്റ് ബേസ്ഡ് ഫുഡുകൾ ഇറക്കുന്നുണ്ട്. പക്ഷേ ഒരു ഇന്ത്യൻ കമ്പനി വിദേശത്ത് പോയിട്ട് സ്ഥാനം പിടിക്കണമെങ്കിൽ അതൊരു ചെറിയ കാര്യമല്ല. അപ്പോൾ ആലോചിച്ച് നോക്കൂ, എത്ര പവർഫുൾ ആയിരിക്കും ആ ഒരു പ്രോഡക്റ്റുകളുടെ ക്വാളിറ്റിയും ആ ഒരു ക്വാളിറ്റിയും. കാരണം നമ്മൾ ഇന്ന് ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ ധാരാളം പ്രശ്നങ്ങൾ, അല്ലെ? നമ്മളൊക്കെ ഓരോരോ പ്രശ്നങ്ങൾ ഓരോ ദിവസവും കണ്ടിട്ടാവും. അവിടെ നമ്മൾ കാണുന്ന മറ്റൊരു പ്രശ്നം അഡൾട്രേറ്റഡ് പ്രോഡക്റ്റ്. അതായത് പാല് മുതൽ അരി മുതൽ പ്ലാസ്റ്റിക്, ഷുഗർ വരെ, ഇതൊക്കെ നമ്മുടെ റിയാലിറ്റികളാണ്. നമ്മൾ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലും അക്സെപ്റ്റ് ചെയ്താലും ഇതെല്ലാം നമ്മുടെ മാർക്കറ്റിലുണ്ട്. ഇതിന്റെ ഓരോ കാര്യങ്ങളും നമ്മുടെ FSSAIയുടെ സൈറ്റിൽ തന്നെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്, പലയിടത്തുനിന്ന് പിടിച്ച പല കാര്യങ്ങളും. ഈ അടുത്ത് തന്നെ, ഈ കഴിഞ്ഞ ഒരു മാസത്തിനിടയ്ക്കിൽ തന്നെ എത്രയോ വീഡിയോസ് റെയ്ഡ് ചെയ്തു. പനീർ, അഡൾട്രേറ്റഡ് മിൽക്ക്, ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. റെയ്ഡ് ചെയ്യുന്ന ദിവസം മാത്രമല്ല അവരുണ്ടാക്കുന്നത്, കാലാകാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അഡൾട്രേഷന്റെ പ്രശ്നങ്ങൾ. ഇതിനെ നമുക്ക് തടയാൻ പാടാണ്. പക്ഷെ ഇവിടെ നമുക്കൊരു മാർഗം കാണിച്ചു തരാനായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഗുഡ്ഡോട്ട് പോലുള്ള പ്രസ്ഥാനങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് വന്നത്. ഇവിടെ അരിയിലും ഷുഗറിലും മാത്രമല്ല, വെജിറ്റബിൾസ് മേടിച്ചാലോ അവിടെയും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, അല്ലെ? പലപ്പോഴും ഒരു മാങ്ങാപ്പഴം മേടിച്ചാൽ പോലും അതിലും കാർബൈഡ് പോലുള്ള മാരകമായ കെമിക്കൽ ചേർത്തിട്ടാണ് നമുക്ക് വരുന്നത്. ഒരു ആപ്പിൾ മേടിച്ചു കഴിഞ്ഞാൽ വർഷങ്ങളോളം കേടാകാതിരിക്കും. ചിന്തിക്കാൻ പറ്റില്ല, പ്ലാസ്റ്റിക് ആപ്പിളുകൾ പോലെ. അപ്പോൾ നമ്മുടെ ചുറ്റിനും കിട്ടുന്ന ഭക്ഷണങ്ങളെ നമുക്ക് പോലും വിശ്വാസമില്ല. നമ്മളാണെങ്കിൽ ഒരു മുന്തിരിങ്ങയുള്ള ആപ്പിൾ മേടിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ പോയിട്ട് എന്തൊക്കെ ചെയ്തിട്ടാ ക്ലീൻ ആക്കുന്നത്? ചിലപ്പോൾ മഞ്ഞപ്പൊടി ഇടുന്നു, ഉപ്പൊടി ഇടുന്നു, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് പലരും കിട്ടുന്ന എല്ലാം നമ്മൾ ചെയ്തു നോക്കും. കാരണം നമുക്കൊക്കെ അറിയാം നമ്മുടെ കയ്യിൽ കിട്ടുന്ന ശുദ്ധമല്ലാത്ത ഉൽപ്പന്നങ്ങളാണ്. നമുക്ക് മറ്റൊരു മാർഗമില്ല. ഇവിടെ മീറ്റ് ആയിക്കോട്ടെ, ജ്യൂസസ് ആയിക്കോട്ടെ, ഈ കഴിഞ്ഞ ദിവസം ജ്യൂസ് കുടിച്ചിട്ട് നമുക്ക് ധാരാളം വാർത്തകൾ വരുന്നുണ്ട്, അല്ലേ? ഓരോ ജ്യൂസിലും ജ്യൂസ് എന്ന് പറഞ്ഞ കണ്ടന്റ് ഇല്ല, ഫ്രൂട്ട് കണ്ടന്റ് ഇല്ലാത്ത ജ്യൂസുകളാണ്. ഫ്രൂട്ടിന്റെ പടം മാത്രമേ ഉള്ളൂ, പക്ഷെ കണ്ടന്റിൽ ഫ്രൂട്ട് ഇല്ലാത്ത. അപ്പൊ നമ്മുടെ മാർക്കറ്റിൽ വരുന്ന ഓരോ പ്രോഡക്റ്റുകളും ഒരിക്കലും നമ്മുടെ ആരോഗ്യത്തെ സഹായിക്കുന്നതല്ല, ശരിക്കും പറഞ്ഞാൽ രോഗത്തെ സഹായിക്കുന്ന. അപ്പം ഇവിടെയൊക്കെ നമ്മൾ ഫേസ് ചെയ്യുന്ന ധാരാളം പ്രശ്നങ്ങളുണ്ട്. ജങ്ക് ഫുഡിന്റെ ഉപയോഗം മൂലം നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഗുണങ്ങൾ എന്ന് പറയാൻ പ്രത്യേകിച്ച് ഒന്നും തന്നെ കാണുന്നില്ല. സത്യം പറഞ്ഞാൽ അസിഡിറ്റി, ഹാർട്ട് പ്രോബ്ലം, ഡയബറ്റിക്സ്, ക്യാൻസർ തുടങ്ങിയ ധാരാളം പ്രശ്നങ്ങൾ. ഇതിനെപ്പറ്റി നമ്മൾ സീരിയസ് ആയിട്ട് പോകുന്നില്ല, കാരണം ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ ഒരു ബോഡിയിൽ എനർജി വേണമെങ്കിൽ നമ്മൾ ഹൈ ന്യൂട്രീഷൻ പ്രോഡക്റ്റ് ആണ്, ഹൈ ന്യൂട്രീഷൻ ഫുഡാണ് കഴിക്കുന്നത്. ഫുഡ് തന്നെയാണ് നമ്മുടെ ബോഡിയുടെ എനർജി തീരുമാനിക്കുന്നത്. ലോ ന്യൂട്രീഷൻ ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്ന ഒരു ബോഡിയുടെ എനർജി ലെവൽ വളരെ വളരെ കുറവായിരിക്കും. ഈ ഒരു കാര്യം മനസ്സിലാക്കി ലോകം മുഴുവൻ ഒരു മാറ്റത്തിന് ഇപ്പോൾ തയ്യാറായി കഴിഞ്ഞു. മാറ്റം സംഭവിച്ചു കഴിഞ്ഞു. അടുത്ത സ്ലൈഡിൽ നമുക്കത് കാണാം.
ഇനി വരാൻ പോകുന്ന വർഷങ്ങളിൽ, വരാൻ പോകുന്ന മുന്നോട്ട് വരുന്ന ഫ്യൂച്ചറിൽ നമ്മൾ കാണാൻ പോകുന്നത് ഇന്നുള്ള ഏറ്റവും വലിയ ഇൻഡസ്ട്രിയെ പോലും കവർ ചെയ്യാൻ പറ്റുന്ന, സ്റ്റീൽ ഇൻഡസ്ട്രിയെ പോലും കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പ്ലാന്റ് ബേസ്ഡ് ഇൻഡസ്ട്രി വളരുമെന്നാണ് ലോക കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എല്ലാ ഇൻഡസ്ട്രീനെയും ബ്രേക്ക് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ പ്ലാന്റ് ബേസ്ഡ് ആ ഒരു ഇൻഡസ്ട്രി, അവിടെയാണ് ഗുഡ് ഡോട്ട് എന്ന പ്രസ്ഥാനത്തിന്റെ മേന്മയും അതിന്റെ ഒരു പ്രാധാന്യവും നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുന്നത്. ഗുഡ് ഡോട്ട് എങ്ങനെ, എന്താണ് പ്രത്യേകത? ഗുഡ് ഡോട്ടിന് ഇത്രയും പ്രത്യേകതകൾ പറയുന്നുണ്ട്. ഗുഡ് ഡോട്ട് എങ്ങനെ ഇന്ത്യയിലെ നമ്പർ 1 കമ്പനിയായി മാറി? ഗുഡ് ഡോട്ടിന്റെ ഓരോ പ്രോഡക്റ്റ് നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വെജിറ്റേറിയൻ മീറ്റ്, അതായത് വെജിറ്റേറിയൻ ബൈറ്റ് എന്ന് വിളിക്കുന്ന നമ്മുടെ മീറ്റിന് പകരം ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ്, അതിന്റെ ഷെൽഫ് ലൈഫ് എന്ന് പറയുന്നത് 12 മാസം. വെറും നമ്മൾ അലമാരി റൂം ടെമ്പറേച്ചർ വെച്ചാൽ മതി, അതിന്റെ റെഫ്രിജറേഷൻ വേണ്ട. അതിന്റെ ഏറ്റവും മെയിൻ പ്രത്യേകത ഡിസ്ട്രിബ്യൂഷൻ ചാനലാണ്. അതെങ്ങനെ ഉണ്ടായി? ആസ്തിയം എന്ന പ്രസ്ഥാനം. ഇന്ന് പോസ്റ്റ് ഓഫീസ് എത്താത്ത സ്ഥലങ്ങളിൽ പോലും, ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് എത്താത്ത സ്ഥലങ്ങളിൽ പോലും ആർസിഎമ്മിന്റെ ഡിസ്പ്ലേ വാളോ ആർസിഎമ്മിന്റെ ഔട്ട്ലെറ്റോ ഉണ്ട്. അവിടെ ഗുഡ് ഡോട്ടിന്റെ ഉൽപ്പന്നം ലഭ്യമാണ്. ഇന്ത്യ മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ഓൾറെഡി ആർസിഎമ്മിന് സ്വന്തമാണ്. അവിടെയാണ് ഗുഡ് ഡോട്ട് ഇന്ന് ഇന്ത്യയിൽ കിട്ടാൻ പോകുന്ന ഒരു അവസരമുള്ളത്. കാരണം ആർസിഎം വഴി മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ ഇന്ന് ഗുഡ് ഡോട്ട് ഇത്രയും പ്രചാരം നേടിയിരിക്കുന്നത്. അത് മാത്രമല്ല, പ്ലാന്റുകളിൽ നിന്ന് മാത്രം ഉണ്ടാക്കിയ പ്രോഡക്റ്റ് ആണ് ഗുഡ് ഡോട്ടിന്റെ എല്ലാ പ്രോഡക്റ്റുകളും. ഒരു പ്രോഡക്റ്റ് പോലും പ്ലാന്റ് ബേസ്ഡ് അല്ലാത്ത പ്രോഡക്റ്റ് ഇല്ല. ഹൈ ന്യൂട്രീഷൻ വാല്യൂ ആണ്. ഓരോ പ്രോഡക്റ്റിന്റെ ന്യൂട്രീഷൻ വാല്യൂ നമ്മൾ വരുന്ന സ്ലൈഡുകളിൽ കാണും. വിലയോ, വിദേശ കമ്പനികളുടെ പ്രോഡക്റ്റുകൾ ധാരാളം ഇറങ്ങുന്നുണ്ട്. ഇതേ കാര്യങ്ങൾ പറഞ്ഞിറങ്ങും. പക്ഷേ റെഫ്രിജറേറ്റ് ചെയ്യണം, പല പല ഓപ്ഷൻസ് വേറെയാണ്. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ ശരിക്കും പറഞ്ഞാൽ ഒരു കമ്പനിയും ഇന്ന് വരെ ഇറക്കുന്നില്ല. വില നോക്കുമ്പോഴോ ഇത്രയും ഗുണമുണ്ട്, പക്ഷെ വില നോക്കുമ്പോൾ മറ്റുള്ള കമ്പനികളെക്കാളും ന്യായവിലയും ചീപ്പസ്റ്റ് ആണ്. വില കുറവുമാണ്, ഗുണം കൂടുതലുമാണ്. ഇത്രയും പോരെ ഒരു കമ്പനിയെ വലുതാക്കാനായിട്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ പ്ലാന്റ് ബേസ്ഡ് ഫുഡ് വിൽക്കുന്ന കമ്പനികളിൽ 100% നോക്കിയാൽ 99% ഗുഡ് ഡോട്ടിന്റെ പ്രോഡക്റ്റ് ആണ്. ബാക്കി കമ്പനികളെല്ലാം കൂടി ചെയ്യുന്നത് വെറും 1% മാത്രമാണ്. ഈ 99%-ൽ 98% ചെയ്യുന്നത് നമ്മൾ ആർസിഎം ചെയ്യുന്നത് വഴിയാണ്. നമുക്ക് ഓരോരുത്തർക്കും ബഹുമാനിക്കാം. കാരണം ഇത്രയും നല്ലൊരു പ്രസ്ഥാനത്തെ ആർസിഎമ്മിൽ കൊണ്ടു തന്നു, നമ്മളത് ഏറ്റെടുത്തു, നമ്മൾ ഓരോരുത്തരും അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ തുടങ്ങി. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും, ഗുഡ് ഡോട്ടിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഓരോരുത്തർക്കും സ്വയം ഒന്ന് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു നിമിഷമാണ്. 99% ഇന്ത്യൻ മാർക്കറ്റ് സ്വന്തമാക്കിക്കുന്ന ഗുഡ് ഡോട്ടാണ്. അതിൽ 98% ആർസിഎം വഴിയാണ്, നമ്മൾ ഓരോരുത്തരും വഴിയാണ്. ഇതെന്തിനാണ് നമ്മൾ ഇങ്ങനെ ഗുഡ് ഡോട്ട് പ്രൊമോട്ട് ചെയ്യുന്നത്? ഗുഡ് ഡോട്ട് പ്രൊമോട്ട് ചെയ്യുന്നതിന്റെ കാരണം അറിയുന്നതിന് മുമ്പ് നമ്മൾ മറ്റൊരു കാര്യത്തെ പറ്റി അറിയാം. ബ്ലൂ സോൺ എന്ന് പറയുന്ന ഒരു സോൺ ലോകത്തുണ്ട്. ഞാൻ നേരത്തെ അറിഞ്ഞിട്ടില്ല, ഇതിനകത്ത് വന്നേ പിന്നെയാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ സത്യമാണ്. ജപ്പാനിലൊക്കെ ഉണ്ട്, പല പല കൺട്രികളിലും ഉണ്ട് ഇങ്ങനെ ഒരു സോൺ. ഈ സോണുകളിലുള്ള ആൾക്കാരുടെ പ്രത്യേകത, അവർ ആരോഗ്യത്തോടെ 100 വർഷത്തിന് മുകളിലോ ജീവിക്കുന്നു. എങ്ങനെ? രോഗത്തോടെയല്ല, ആരോഗ്യത്തോടെ ജീവിക്കുന്നു. എന്താണ് ഇവിടെ താമസിക്കുന്നവർക്ക് മാത്രമുള്ള പ്രത്യേകത? ഈ ഏരിയയിൽ ബ്ലൂ സോൺ എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന കുറെ ഏരിയ, കുറെ ഗോത്രവർഗ്ഗങ്ങളാണ് അങ്ങനെയുള്ളവർക്ക് താമസിക്കുന്നത്. അവരിൽ നടത്തിയൊരു സ്റ്റഡിയിൽ കണ്ടത് ധാരാളം കാര്യങ്ങൾ ഒരു ലൈഫിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് ആയുസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സ്ട്രെസ് ഉണ്ട്, അവരുടെ ജോലിയുണ്ട്, പല പല കാര്യങ്ങളുണ്ട്. പക്ഷെ ഇതിലൊക്കെ മെയിൻ ആയിട്ട് കണ്ട ഒരു പ്രത്യേകത, ബ്ലൂ സോണുകളെല്ലാം നടത്തിയ സ്റ്റഡിയിൽ കണ്ട പ്രത്യേകത, അവിടെയുള്ള 95% കഴിക്കുന്നത് പ്ലാന്റ് ബേസ്ഡ് ഫുഡാണ്. അവർ കഴിക്കുന്ന ഫുഡിൽ 95% പ്ലാന്റ് ബേസ്ഡ് ഫുഡാണ്. ഇത് മാത്രം മതി ശരിക്കും പറഞ്ഞാൽ ഗുഡ് ഡോട്ട് എന്ന പ്രസ്ഥാനത്തിന്റെ പ്രാധാന്യം നമ്മുടെ ലൈഫിൽ എത്രത്തോളമാണ് എന്ന് മനസ്സിലാക്കാനായിട്ട്. നമ്മൾ ഗുഡ് ഡോട്ടിനെ ധാരാളം പ്രൊമോട്ട് ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഈ ഒരു റീസൺ, പ്ലാന്റ് ബേസ്ഡ് ഫുഡ് തരുന്ന ഒരേ ഒരു കമ്പനി, പ്ലാന്റ് ബേസ്ഡ് ഫുഡ് മാത്രം തരുന്ന ഒരു കമ്പനി. പ്ലാന്റ് ബേസ്ഡ് ഫുഡ് കൊണ്ട് എന്താ ഗുണം? നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ട് തന്നെ നമുക്ക് ആരോഗ്യത്തോടെ കൂടുതൽ കാലം ജീവിക്കാൻ പറ്റും, രോഗങ്ങളില്ലാതെ. ഇവിടെ നമ്മുടെ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഗുഡ് ഡോട്ടിലൂടെ ചൂസ് ചെയ്താലുള്ള ഗുണവും ദോഷവും. ചൂസ് ചെയ്തില്ലെങ്കിലോ നമ്മൾ ചേഞ്ച് ആവുന്നത് ഇന്ന് മാർക്കറ്റിലുള്ള അൺഹെൽത്തി ജങ്ക് ഫുഡിലേക്ക് മാറുന്നു. അവിടെ അൺഹെൽത്തി ആണെന്ന് അറിഞ്ഞിട്ടും നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ടേസ്റ്റിന് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കാം. പക്ഷെ ഇതേ പ്രോഡക്റ്റുകൾ, ഇതേ റെസിപ്പികൾ നമുക്ക് ഹെൽത്തി ആയിട്ട് ഹൈ പ്രോട്ടീൻ ഫുഡുകൾ നമുക്ക് ഗുഡ് ഡോട്ടിലൂടെ ഉണ്ടാക്കുമ്പോൾ അവിടെ ധാരാളം ഡയറ്ററി ഫൈബർ ഉണ്ട്, ധാരാളം പ്രോട്ടീൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ചോയ്സ് ആയിട്ട് നമുക്ക് ഗുഡ് ഡോട്ടിനെ ധൈര്യമായിട്ട് സ്വീകരിക്കാം. ഈ ഒരു സ്വീകരിക്കാതിരിക്കോ അത് ഓരോരുത്തരുടെയും ഇൻഡിവിജ്വൽ ചോയ്സ് ആണ്. പക്ഷെ സ്വീകരിച്ചാൽ
രണ്ട് വഴികളാണ് നമ്മുടെ ഇപ്പം മുമ്പിലുള്ളത്. ഒന്ന്, ജങ്ക് ഫുഡ് ഒക്കെ തരുന്ന ഒരു സാധാരണ എല്ലാവരും പോകുന്ന ഒരു ട്രഡീഷണൽ ലൈഫിലേക്ക് നമുക്ക് മുന്നേറാം. അവിടോട്ട് പോയാൽ നമുക്ക് കാണാൻ പോകുന്നതും കേൾക്കാൻ പോകുന്നതും എന്തായിരിക്കുമെന്ന് നമുക്കൊന്ന് ഊഹിക്കാം. നമ്മുടെ മുന്നേ പോയവർ നമുക്ക് കാണിച്ചു തന്നു അല്ലെ. ഇന്ന് ഹെൽത്ത് ഇൻഷുറൻസ് എത്ര കോടികൾക്ക് വേണമെന്നുള്ള പരസ്യങ്ങൾ വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം എല്ലാവർക്കും അറിയാം, എന്റെ ഈ ലൈഫ് സ്റ്റൈൽ മുന്നോട്ട് പോയാൽ ഞാൻ ചെല്ലുന്നത് ഇന്നടത്തായിരിക്കുമെന്ന് നേരത്തെ ഫ്യൂച്ചർ കണ്ടിട്ടാണ് ഇന്ന് ഓരോരുത്തരും മുമ്പോട്ട് പോകുന്നത്. പക്ഷെ മറ്റൊരു പാത നമ്മുടെ മുന്നിൽ തുറന്നു തന്നതാണ് RCM എന്ന പ്രസ്ഥാനം. RCM അസോസിയേറ്റ് ഡയറക്ടേഴ്സ് ആയിട്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ശരിക്കും പറഞ്ഞാൽ ഒന്ന് ദൈവത്തിന് നന്ദി പറയാം. കാരണം RCMനെ മനസ്സിലാക്കി RCMനോടൊപ്പം പോയാൽ അറിയാം, നമുക്ക് ഓരോരുത്തർക്കും അറിയാം, ഓരോരുത്തരുടെ അനുഭവത്തിൽ നിന്ന് അറിയാൻ പറ്റും അത് എത്രത്തോളം മനോഹരമാണ്, എത്രത്തോളം ഹെൽത്തിയാണ്, എത്രത്തോളം നമ്മളെ മാറ്റിമറിക്കുന്നു എന്നുള്ളത്. ഇനി ഗുഡ് ഡോട്ടിന്റെ ആ ഒരു പാതയാണ് സ്വീകരിച്ചതെങ്കിൽ നമ്മൾ ഗുഡ് ഡോട്ടിൽ എന്തൊക്കെയുണ്ട് എന്ന് ഒന്ന് കണ്ടിട്ട് തന്നെ മുന്നോട്ട് പോവാം. ഇതൊരു കുഞ്ഞൻ പ്രോഡക്റ്റാണ്, വളരെ കുഞ്ഞൻ പ്രോഡക്റ്റ്. പക്ഷേ ഈ കുഞ്ഞൻ പ്രോഡക്റ്റ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ ചെറുതല്ല. ഇതിന്റെ പേര് ഗുഡ് സിപ്പ് എന്നാണ്. ഗുഡ് സിപ്പ്, നല്ലൊരു സിപ്പ്. ശരിക്കും അത് ആ പേര് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ തന്നെ കുടിക്കാനുള്ള ഒരു ഡ്രിങ്ക് ആണ്. അത് പൊടി രൂപത്തിലാണ്, അത് ഇൻസ്റ്റന്റ് ഡ്രിങ്ക് ആണ്. നമുക്ക് ഒരു ഗ്ലാസ് വെള്ളത്തിലോ ജസ്റ്റ് ഒരു സ്പൂണോ 2 സ്പൂണോ ഇട്ട് നമ്മുടെ ടേസ്റ്റ് ആഗ്രഹിക്കുന്ന പോലെ നമുക്ക് ഇട്ട് ജസ്റ്റ് കലക്കി കുടിച്ചു കഴിഞ്ഞാൽ ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്കൊരു എനർജി കിട്ടും, അതും നാച്ചുറൽ ആയിട്ട്. ഇത്രയും സിമ്പിൾ ആയിട്ടൊരു പ്രോഡക്റ്റ് വെച്ചിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് വൈറ്റമിൻ സിയും വൈറ്റമിൻ ഡിയും വൈറ്റമിൻ B12ഉം സിങ്കും എത്തിക്കാൻ പറ്റുന്ന ലോകത്തിലെ ഒരേ ഒരു പ്രോഡക്റ്റാണ്. അതും നാച്ചുറൽ ആയിട്ട്, യാതൊരു പ്രിസർവേറ്റീവ്സും ഇല്ല, ഒരു കളറും ചേർത്തിട്ടില്ല. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം, നമ്മൾ ഈ പ്രോഡക്റ്റ് ഒരു മനുഷ്യരിലേക്ക്, നമ്മൾ കാണുന്ന ഈ പ്രോഡക്റ്റ് അറിയാൻ മേലാത്ത ഒരാളിലേക്ക് എത്തിക്കണോ വേണ്ടയോ, അത് നമ്മുടെ കടമയായിട്ട് മാറും. ഒന്ന് കുടിച്ചു കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ നമുക്ക് റിഫ്രഷ് ആവും. കുടിച്ചിറക്കി കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ നമ്മുടെ ശരീരം ആ ഒരു റിഫ്രഷ്മെന്റ് ഫീലിലേക്ക് വരും. നല്ല ക്ഷീണിച്ചിരിക്കുന്ന സമയത്ത് ഇതൊരു സിപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്കപ്പം അതിന്റെ കറക്റ്റ് റിസൾട്ട് അറിയാൻ പറ്റും. നോക്കൂ ഇതിനകത്തെ കണ്ടന്റുകൾ. മിന്റ്, നമുക്കറിയാം, പുതിന, ജിഞ്ചർ, ലെമൺ, ബേസിൽ, നമ്മുടെ തുളസി, ബ്ലാക്ക് പെപ്പർ, കുരുമുളക്, ക്ലോവ്, അലോവേറ, ആംല, ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഹെർബ്സ് മാത്രം. ഇത് ഓരോന്നും എല്ലാ ദിവസവും കഴിക്കേണ്ട ഹെർബ്സ് ആണ്, പക്ഷെ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. പക്ഷെ ഒരു പാക്കറ്റ് ഗുഡ് സിപ്പ് നമ്മുടെ ബാഗിൽ അല്ലെങ്കിൽ നമ്മുടെ പോക്കറ്റിൽ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഗുഡ് സിപ്പ് എപ്പോൾ വേണം നമുക്ക് ഉപയോഗിക്കാം. എപ്പോൾ വേണം, ഒരു ഗ്ലാസ് വെള്ളം മാത്രം മതി, ഒരു കുപ്പി വെള്ളം മേടിച്ചാൽ മതി, ഒരു പാക്കറ്റ് ആ കുപ്പി വെള്ളത്തിട്ട് കലക്കാൻ കുടിക്കും. എത്ര സിമ്പിളാണ്. നമ്മുടെ വൈറ്റമിൻ സി ഡെഫിഷ്യൻസി, വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി, വൈറ്റമിൻ B12ന്റെ ഡെഫിഷ്യൻസി, സിങ്കിന്റെ ഡെഫിഷ്യൻസി, ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി മാറും. വെറും 20 സാധനമുള്ളൂ. വില പറയാൻ നാണക്കേടായിരുന്നു സത്യം പറഞ്ഞു. നോക്കൂ, നമ്മൾ മാർക്കറ്റിൽ നമ്മുടെ കുട്ടികളായിക്കോട്ടെ, നമ്മുടെ ജനറേഷൻ ആയിക്കോട്ടെ, പുതിയ ജനറേഷൻ ആയിക്കോട്ടെ, സ്കൂളുകളുടെ മുമ്പിലായിക്കോട്ടെ വിൽക്കുന്ന എന്താ? ഗുഡ്സിപ്പല്ല അവിടെ വിൽക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഷുഗറും കളറും പ്രിസർവേറ്റീവ്സും അടങ്ങിയ ധാരാളം സോഫ്റ്റ് ഡ്രിങ്ക്, ജങ്ക് ഫുഡിന്റെ കാറ്റഗറി വരുന്ന സോഫ്റ്റ് ഡ്രിങ്കുകളാണ് എല്ലാവരും നോക്കുന്നത്. കാരണം എന്താ? നമ്മുടെ RCMന് പരസ്യമില്ല. പക്ഷേ ഭാഗ്യമുള്ളവർ RCMൽ വരും, RCM ഏറ്റെടുക്കും. അപ്പൊ നമ്മൾ ഇത് എത്തിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. നമ്മൾ അറിഞ്ഞു, നമ്മൾ കണ്ടു എങ്കിൽ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. നമ്മൾ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിനകത്തുള്ളത്. ഹെൽത്തി ഡ്രിങ്ക് ആണ്, ഇമ്മ്യൂണിറ്റി പവർ കൂടും, അത് ഞാൻ മുമ്പ് പറഞ്ഞില്ല. ബൂസ്റ്റ് ഇമ്മ്യൂണിറ്റി പവർ, ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടി എന്തൊക്കെ മരുന്നുകളാണ് നമ്മൾ കഴിച്ചു കൂട്ടുന്നത്, അവിടെയാണ് ഈ ഒരു നാച്ചുറൽ ഡ്രിങ്ക് വഴി നമുക്ക് നാച്ചുറൽ ആയിട്ട് ഇമ്മ്യൂണിറ്റി കൂട്ടാൻ പറ്റുന്ന ഒരു വണ്ടർഫുൾ പ്രോഡക്റ്റ്. കുഞ്ഞൻ പ്രോഡക്റ്റ് ആണ്, പക്ഷേ അതുകൊണ്ട് വെള്ളം മാത്രമല്ല ഉണ്ടാക്കാൻ പറ്റുന്ന. ഗുഡ് സിപ്പ് വിത്ത് ഹണി, ഗുഡ് സിപ്പ് ലസ്സി, ഗുഡ് സിപ്പ് പൂരി, ഓരോ റെസിപ്പികളും, ധാരാളം റെസിപ്പികൾ, ഇതൊക്കെ ഉണ്ടാക്കാനുള്ള റെസിപ്പികൾ എവിടെ കിട്ടും, എങ്ങനെ കിട്ടും, ഇതെല്ലാം ഇന്നത്തെ പ്രസന്റേഷനിൽ നമുക്ക് കാണാൻ പറ്റും. വരും സ്ലൈഡുകൾ നമുക്ക് ഓരോന്നും ഉണ്ടാക്കുന്ന രീതികളൊക്കെ എങ്ങനെ, എപ്പോ ഉണ്ടാക്കാൻ, എവിടെ പോയി നോക്കണം, ഇതെല്ലാം നമുക്കിന്ന് കാണാൻ പറ്റും. ഗുഡ് സിപ്പ് ടീ, കാരണം തണുത്ത വെള്ളത്തിൽ മാത്രമല്ല, നമുക്ക് ചൂട് കുടിക്കണമെങ്കിൽ ചൂടായിട്ടും കുടിക്കാവുന്ന ഒരു വണ്ടർഫുൾ ഡ്രിങ്ക്. ഏത് കാലാവസ്ഥയിലും, എനി സിറ്റുവേഷൻ, ആർക്ക് വേണം കുടിക്കാം. അപ്പൊ ഇത്രയും മനോഹരമായ ഒരു പ്രോഡക്റ്റിലാണ് നമ്മൾ ഇന്ന് തുറക്കുന്നത്. അടുത്തതാണ് എല്ലാവരും മിക്കവാറും കഴിച്ചിട്ടുണ്ടാവും, മറ്റൊന്നുമല്ല, നൂഡിൽസ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഗുഡ് ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചില്ലെങ്കിലും ഈ ഒരു പ്രോഡക്റ്റ് മിക്കവാറും എല്ലാവരും തന്നെ ഉപയോഗിച്ച പ്രോഡക്റ്റുകളാണ്. കാരണം നമ്മളൊക്കെ മാർക്കറ്റിൽ നിന്ന് നൂഡിൽസ് മേടിക്കുന്നുണ്ടാകാം, നമ്മുടെ കുട്ടികൾ മാർക്കറ്റിൽ നൂഡിൽസ് മേടിച്ച് കഴിക്കുന്നുണ്ടാകാം. പക്ഷേ
അവിടെ ഒന്നും ഇല്ലാത്ത പ്രത്യേകത എന്തുവാ ഈ ഗുഡ് ഡോട്ടിന്റെ നൂഡിൽസിനകത്ത്? എല്ലാം നൂഡിൽസ് ആണ്. പക്ഷെ ഗുഡ് ഡോട്ടിന്റെ നൂഡിൽസിന്റെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിലെ കണ്ടന്റ് തന്നെയാണ് ഇതിന്റെ പ്രത്യേകത. ഇതിന്റെ കണ്ടന്റ് നോക്കൂ. പീ പ്രോട്ടീൻ, സോയ പ്രോട്ടീൻ, വീറ്റ് ഫ്ലോർ, ഓട്ട് ഫ്ലോർ, ഇത്രയും കണ്ടന്റ് ഉള്ളൊരു നൂഡിൽസ് നമുക്ക് ലോകത്ത് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ലോകത്തിലെ ഏറ്റവും അടുത്ത ഹെൽത്തി നൂഡിൽസ് എന്ന പേര് കേട്ട ഒരു പ്രോഡക്റ്റ് ആണ് ഗുഡ് ഡോട്ടിന്റെ നൂഡിൽസ്. ഒരു നൂഡിൽസ് കഴിക്കുമ്പോൾ ഹെൽത്ത് കിട്ടുമെന്ന് പറഞ്ഞാൽ സാധാരണക്കാർ വിശ്വസിക്കാൻ പാടില്ല. അപ്പോ നമ്മളത് വിശ്വസിച്ച് നമ്മളത് മനസ്സിലാക്കി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം. ഇവിടെ നമ്മുടെ നൂഡിൽസിന്റെ മാത്രം ഒരു പ്രത്യേകത, വേൾഡിലെ ഒരേ ഒരു നൂഡിൽസ് ആണ് റൈസ് ബ്രാൻ ഓയിൽ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഒരേ ഒരു നൂഡിൽസ്. റൈസ് ബ്രാൻ ഓയിൽ ഉപയോഗിച്ചുണ്ടാക്കി എന്ന് പറഞ്ഞ് ഇത്ര പ്രത്യേകത എന്താ? അതും നമുക്ക് ചിന്തിക്കാം അല്ലെ? ഓരോരുത്തരെ കേൾക്കുമ്പം ഇതിനെന്താ ഇത്ര പ്രത്യേകത, എന്ത് ഓയിൽ ഉപയോഗിച്ചാൽ എന്താ? അതിന് നമ്മൾ ഈ ന്യൂസ് ഒന്ന് കാണണം. ഇന്ന് ഇന്ത്യ ഇമ്പോർട്ട് ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ പാം ഓയിൽ ഇമ്പോർട്ടറാണ് ഇന്ത്യ എന്ന് പറഞ്ഞ കൺട്രി. മറ്റൊരു കൺട്രിയും ഇമ്പോർട്ട് ചെയ്യാത്രയും പാം ഓയിൽ ഇന്ത്യ ഇമ്പോർട്ട് ചെയ്യുന്നു. പക്ഷെ നമ്മൾ പലപ്പോഴും നമ്മുടെ വീടുകളിൽ പാം ഓയിൽ ഉപയോഗിക്കുന്നത് കുറവാണ്. പിന്നെ എങ്ങോട്ടാണ് ഈ പാം ഓയിൽ എല്ലാം പോകുന്നത്? അവിടെ പടം കാണിച്ചിട്ടുണ്ട്. പാം ഓയിൽ ഉപയോഗിക്കുന്ന എല്ലാ ബ്രാൻഡുകളും, വിദേശ കമ്പനികളായിക്കോട്ടെ ഇന്ത്യൻ ബ്രാൻഡുകളായിക്കോട്ടെ, ഇവിടെ ഇറങ്ങുന്ന പ്രോഡക്റ്റിന് 99% മെയ്ഡ് ചെയ്യുന്നത് പാം ഓയിൽ വെച്ചിട്ടാണ്. കഴിഞ്ഞ ദിവസം ക്രിസ്ത്യന മേഡം പറഞ്ഞ പോലെ ഈവൻ കേക്കിന്റെ ക്രീം പോലും ഉണ്ടാക്കുന്ന പാം ഓയിൽ വെച്ചിട്ടാണ്. ഇതേ വിദേശ കമ്പനികൾ വിദേശത്ത് ഇറക്കുമ്പോഴോ പാം ഓയിൽ ഉപയോഗിക്കത്തില്ല. ഈ സത്യമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. പല ബിസ്ക്കറ്റുകളും വിദേശത്ത് ഇറങ്ങുന്നത് പാം ഓയിൽ വെച്ചിട്ടല്ല. അതേ ബിസ്ക്കറ്റ് അതേ ബ്രാൻഡ് ഇന്ത്യയിൽ വരുമ്പോഴത്തേക്കിനും അത് പാം ഓയിലായിട്ട് മാറും. പാം ഓയിൽ ഉപയോഗിച്ചുകൊണ്ട് വല്ല ദോഷമുണ്ട്? ഇതും ഒരു ചോദ്യമാണ്. അതിനുള്ള ഉത്തരം നമ്മുടെ ഗവൺമെന്റ് തന്നെ നമുക്ക് തന്നിട്ടുണ്ട്. പാം ഓയില് ഉപയോഗിക്കുന്നത് കൊണ്ട് പ്രശ്നമുണ്ടോ എന്നുള്ളതിന് ഏറ്റവും വലിയ ഉത്തരമാണ് FSSAIയുടെ സൈറ്റില് തമിഴ്നാട് ഗവൺമെന്റ് ഇട്ട ഒരു പോസ്റ്റിന്റെ പിക്ചറാണ് ഞാനിവിടെ കാണിച്ചത്. ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല. കാരണം പാം ഓയിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് വരാൻ പോകുന്ന പ്രശ്നങ്ങൾ ബാഡ് കൊളസ്ട്രോളിനെ കൂട്ടുന്നു. പാം ഓയിൽ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നില്ലായിരിക്കാം, പക്ഷെ നമ്മൾ മേടിക്കുന്ന എത്രത്തോളം പ്രോഡക്റ്റുകൾ പാം ഓയിൽ ഉണ്ട്. പാം ഓയിൽ നമ്മുടെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഹാർട്ട് ഡിസീസ് വരാനുള്ള ഏറ്റവും വലിയ റീസൺ. കാരണം ചീത്ത കൊളസ്ട്രോൾ കൂടി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഹാർട്ട് ഡിസീസ് വരും. അത് മാത്രമല്ല, നമ്മളൊക്കെ ഭയപ്പെടുന്ന ഒരു ഫാറ്റ്, ട്രാൻസ് ഫാറ്റ്. ഈ ട്രാൻസ് ഫാറ്റ് കുക്ക് ചെയ്യാതെ തന്നെ ഉള്ളിലുള്ള സാധനമാണ് പാം ഓയിൽ. ചൂടാക്കിയില്ലെങ്കിലും ട്രാൻസ് ഫാറ്റ് ഉള്ള ഒരേ ഒരു എണ്ണയാണ്. ട്രാൻസ് ഫാറ്റ് എപ്പോഴും നമുക്ക് ബ്ലോക്കുകൾ ഉണ്ടാക്കും. പക്ഷെ നമ്മൾ ഈ സത്യം തിരിച്ചറിയും. ഇതൊരു പരസ്യമല്ല, ഇതൊരു എഡ്യൂക്കേഷൻ മാത്രമാണ്. അപ്പൊ പാം ഓയിൽ എന്ന് പറഞ്ഞ ദോഷകരമായ ഓയിൽ ഉപയോഗിച്ചാണ് ബാക്കി എല്ലാ കമ്പനികളും ഓരോ പ്രോഡക്റ്റും നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാനുള്ള പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്നത്. അവിടെയാണ് നമ്മൾ സത്യം മനസ്സിലാക്കേണ്ടത്. ഗുഡ് ഡോട്ട് എന്ന പ്രസ്ഥാനം RCMന്റെ എണ്ണ, RCMന്റെ റൈസ് ബ്രാൻ ഓയിൽ ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത്. അത് സാധിച്ചത് തന്നെ ശരിക്കും പറഞ്ഞാൽ RCMൽ വന്നതുകൊണ്ടാണ്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒരു കമ്പാരിസൺ പോലെ കാണിച്ചേക്കാം. സാധാരണഗതിയിൽ നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്ന എല്ലാം മൈദ പാം ഓയിലും ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിൽ ആർട്ടിഫിഷ്യൽ തിക്നേഴ്സ് ഉണ്ടാകും, ഹാർംഫുൾ കെമിക്കൽസ് ഉണ്ടാവും. പക്ഷേ ഇതിനെല്ലാം മാറ്റമായിട്ട് ഗുഡ് ഡോട്ടിന്റെ നൂഡിൽസിന്റെ പ്രത്യേകതകൾ നോക്കൂ. അതിനകത്തുള്ള പീ പ്രോട്ടീൻ ഉണ്ട്, ഓട്ട് ഫ്ലോർ ഉണ്ട്, നമ്മളൊന്ന് കണ്ടതാണ്. റൈസ് ബ്രാൻ ഓയിലാണ് ഉണ്ടാക്കുന്നത്. ഹൈ പ്രോട്ടീൻ ആണ്, ഹൈ ഫൈബർ ആണ്. അതായത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് ആണ് നമ്മുടെ നൂഡിൽസ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം, ലഞ്ച് കഴിക്കാം, ഡിന്നറും കഴിക്കാം. നോ ആർട്ടിഫിഷ്യൽ പ്രിസർവേറ്റീവ്. ഹെൽത്തി ആയിരിക്കും, ടേസ്റ്റി ആയിരിക്കും. കഴിച്ച ഓരോരുത്തർക്കും അറിയാം. ഇതുകൊണ്ട് തന്നെ കേരളത്തില് നമ്പർ 1 റാങ്കിലാണ് ശരിക്കും RCM നൂഡിൽസ്. കേരളത്തിൽ എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോഴും RCM നൂഡിൽസ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. RCMനുള്ളവർ ഗുഡ് ഡോട്ടിന്റെ നൂഡിൽസ് ആണ് ഉപയോഗിക്കുന്നത്. ഗുഡ് ഡോട്ടിന്റെ പ്രോഡക്റ്റുകളിലാണ് കേരളത്തില് നമ്പർ 1 ആയിട്ട് നൂഡിൽസ് ഇപ്പോഴും നിൽക്കുന്നത്. അത് ഇനിയും മുന്നോട്ട് തന്നെ പോട്ടെ. പക്ഷേ നൂഡിൽസ് കൊണ്ട് നൂഡിൽസ് മാത്രമല്ല ഇവിടെ ഉണ്ടാക്കാൻ പറ്റുക. നമുക്കറിയാം നൂഡിൽസ് കൊണ്ട് പായസം നമ്മൾ പലപ്പോഴും കിട്ടും അല്ലെ? പല പ്രോഗ്രാമിലും പോകുമ്പോൾ നൂഡിൽസ് കൊണ്ട് പായസം കിട്ടിയിട്ടുണ്ട്. പായസം മാത്രമല്ല, ഇതുകൊണ്ട് ഉണ്ടാക്കാൻ മേലാത്ത എന്തൊക്കെയാന്ന് അറിഞ്ഞൂടാ എന്തെല്ലാം സാധനങ്ങളാണ്. നൂഡിൽസ് സേവ്, നൂഡിൽസ് ബേല്, നൂഡിൽസ് തട്ക, പേര് തന്നെ വായിക്കാൻ ബുദ്ധിമുട്ടുള്ള ധാരാളം ഡിഷുകൾ. ഈ കാണുന്ന ഡിഷുകൾ മാത്രമല്ല, ഇഷ്ടം പോലെ. കഴിഞ്ഞ ദിവസവും നൂഡിൽസിന്റെ പുതിയൊരു ഡിഷ് വന്നു. ഇതൊക്കെ നമുക്ക് വരും സ്ലൈഡുകളിൽ നമുക്ക് കാണാം. അടുത്തൊരു സൂപ്പർ സ്റ്റാർ വെജ് സൂപ്പ്. ഒരു സൂപ്പ് കഴിക്കണമെങ്കിൽ സാധാരണഗതിയിൽ ഒരു ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ ഒരു 100 രൂപ അടുത്ത്, 80, 90 ആ റേഞ്ചിൽ കൊടുക്കണം ഒരു സൂപ്പ് കഴിക്കണം. ഇവിടെ നമുക്ക് എപ്പോൾ ആഗ്രഹിക്കുന്നോ അപ്പം സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു
ഇൻസ്റ്റന്റ് സൂപ്പ്. അതിന്റെ പ്രത്യേകതയോ, ഇത്രയും ന്യൂട്രീഷൻ വാല്യൂ ഉള്ള ഒരു പ്രോഡക്റ്റ്, ഇത്രയും മനോഹരമായ ഒരു വെജിറ്റബിൾ നൂഡിൽസ്. വെജിറ്റബിൾസ് ഒന്നും നമ്മൾ പുറത്തു കൊണ്ടിടണ്ട, എല്ലാം അതിനുള്ളിൽ തന്നെയുണ്ട്. ക്യാരറ്റ് ഉണ്ട്, തക്കാളിക്ക ഉണ്ട്, ഗ്രീൻ പീസ് ഉണ്ട്, വെളുത്തുള്ളി ഉണ്ട്, കൂണുണ്ട്, നമ്മുടെ കോണുണ്ട്, കോൺ, ചോളം, പിന്നെ ബീറ്റ്റൂട്ടിന്റെ പൊടിയുണ്ട്, സോയ പ്രോട്ടീൻ ഉണ്ട്. ഏതെടുത്താലും പ്രോട്ടീന്. എന്താ ഈ പ്രോട്ടീന്റെ ആവശ്യകത എന്നാലേ, അതൊക്കെ നമുക്ക് നോക്കാം. ഈ ഒരു പ്രോഡക്റ്റ് നോക്കൂ, വളരെ വളരെ ചീപ്പായിട്ട്. കാരണം ഇതിന്റെയൊക്കെ വില പറയാൻ തന്നെ ഏകദേശം 56 രൂപ 60 രൂപയ്ക്കുള്ളിൽ നമുക്ക് ഒരു 5 സൂപ്പ് സൂപ്പറായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പാക്കറ്റ്. അതിലൂടെ നമുക്ക് പ്രോട്ടീൻ കിട്ടുന്നു. ഇതിന്റെ ഒരു പ്രത്യേകത, സൂപ്പ് സാധാരണ കഴിക്കുന്ന നമ്മളെ ചൂട് നല്ല ചൂടുള്ള സൂപ്പ് കഴിക്കണം. നല്ല പനി, ജലദോഷം, തൊണ്ട പിടിക്കല് ഒക്കെയുള്ള സമയത്ത് നമ്മുടെ സൂപ്പ് എടുത്തൊന്ന് കഴിച്ചു നോക്കൂ. വ്യത്യാസം നമുക്ക് ഒരു അരമണിക്കൂർ 1 മണിക്കൂർ കൊണ്ട് നമുക്ക് വ്യത്യാസം അറിയാം. കാരണം വണ്ടർഫുൾ റിസൾട്ടാണ്. ഒന്ന് പരീക്ഷിച്ച് നോക്കാം. തമിഴ്നാട്ടില് ഒരു സൂപ്പ് കടയുണ്ട്. അവിടെ ആൾക്കാർ ക്യൂ നിന്നാണ് പനി, ജലദോഷം വന്നു കഴിഞ്ഞാൽ മേടിക്കുന്നതാണ്. ഈ സൂപ്പിനെ പറ്റി എത്ര പേര് അറിഞ്ഞു? ഈ സൂപ്പിനും അതിനേക്കാളും ഗുണമുണ്ട്. അപ്പൊ ഏത് സമയത്ത് സൂപ്പ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സൂപ്പിന്റെ പൊടി. ഇനിയാണ് നമ്മുടെ ഒരു പ്രീമിയം പ്രോഡക്റ്റ് എന്ന് വേണം പറയാം. എന്തും ഉണ്ടാക്കാം, എങ്ങനെയും ഉണ്ടാക്കാം, എപ്പോൾ വേണം ഉണ്ടാക്കാം, ആർക്ക് വേണം ഉണ്ടാക്കാം. ഇതാണ് പ്രോട്ടീസ്. ഇതിന്റെ ഗുണം ഹൈ പ്രോട്ടീൻ, ഹൈ ഡയറ്ററി ഫൈബർ. എല്ലാ പ്രോഡക്റ്റും എടുത്തു കഴിഞ്ഞാലും ഇതാണ്. പക്ഷേ പ്രോട്ടീസിന്റെ പേര് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ തന്നെ പ്രോട്ടീസ് എന്ന് പറഞ്ഞ ഈ ഒരു പ്രോഡക്റ്റില് 49.16 ഗ്രാം പ്രോട്ടീൻ. വിശ്വസിക്കാൻ പറ്റില്ല. 49 ഗ്രാം പ്രോട്ടീൻ 100 ഗ്രാം പ്രോട്ടീൻസിലുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിശ്വസനീയമാണ്. പ്രോട്ടീന്റെ അളവിനെ നോട്ട് ചെയ്യുന്നവർക്കറിയാം. ഓരോ ഫുഡിലുള്ള പ്രോട്ടീന്റെ അളവിനെ മാർക്ക് ചെയ്യുന്നവർക്കറിയാം. ഇതിൽ ഫൈബറോ, ഡയറ്ററി ഫൈബർ 16 ഗ്രാം. ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റീവ് ആണ്, മീറ്റിന് ഓൾട്ടർനേറ്റീവ് ആണ്. ഇതിലെ കണ്ടന്റോ ഈ പ്രോട്ടീൻ, ഓട്സ്, ഗ്രം ഫ്ലോർ, നമ്മുടെ കടലമാവ്, സോയ പ്രോട്ടീൻ. നമ്മൾ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന സോയ എന്ന് വേണമെങ്കിൽ കണ്ടാൽ തോന്നും. പക്ഷേ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന സോയ ഈ പ്രോട്ടീൻസ് ചേർക്കുന്ന സോയ പ്രോട്ടീൻ മാറ്റിയ ശേഷമുള്ള ചണ്ടിയാണ്. ഇവിടെയോ ആ ഗുണമുള്ള സാധനമാണ് നമ്മളിവിടെ പ്രോട്ടീൻ ചേർത്തേക്കുന്നത്. അത് മാത്രമല്ല, അതിന്റെ കൂടെ കടലമാവ്, ഓട്സ്, പീ പ്രോട്ടീൻ, ഗ്രീൻ പീസിന്റെ പ്രോട്ടീൻ, ഏറ്റവും ശുദ്ധമായ പ്രോട്ടീൻ, ഏറ്റവും വേൾഡിലെ ഏറ്റവും ഗുണകരമായ പ്രോട്ടീൻ. MRP 91 രൂപ. അടുത്ത സ്ലൈഡിൽ ഒരു കാര്യം കാണിച്ചു തരാം. ഒരു 49 ഗ്രാം പ്രോട്ടീൻ ഇന്ന് മാർക്കറ്റിൽ മേടിക്കണമെങ്കിൽ നമ്മുടെ തന്നെ വില, ആർസിമിലുള്ള പ്രോട്ടീൻ തന്നെ വില കമ്പയർ ചെയ്യുക, പുറത്തെ വില ഇതിനേക്കാളും കൂടുതലാണ്. ആർസിമിൽ നമുക്ക് ഓൾപ്രോ എന്ന് പറഞ്ഞൊരു പ്രോട്ടീൻ പൗഡർ ഉണ്ട്. അതിന്റെ വില വെച്ച് നോക്കുമ്പോൾ നമുക്ക് 1 ഗ്രാം പ്രോട്ടീൻ ഏകദേശം 4 രൂപയോളം വില വരുന്നു. ഞാൻ 4 റൗണ്ട് അടിച്ചിട്ടുണ്ട്. ഇവിടെ 49 ഗ്രാം പ്രോട്ടീൻ കിട്ടാനെങ്കിൽ ഒരു പ്രോട്ടീൻ പൗഡർ ആണ് മേടിക്കുന്നെങ്കിൽ നമുക്ക് 196 രൂപ വില വരുന്നത്. അവിടെയാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ വാല്യൂ തിരിച്ചറിയുന്നത്. ഇതിന്റെ വിലയല്ല, ഇതിന്റെ വാല്യൂ ആണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുന്നത്. 49 ഗ്രാം പ്രോട്ടീൻ 100 ഗ്രാമിൽ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രോട്ടീൻസ് കഴിച്ചാൽ മതി. ഇത്ര മനോഹരമാണ്, എത്ര സുന്ദരമാണ്. നമ്മുടെ പോക്കറ്റ് കീറാതെ ഏതൊരാൾക്കും, എത്ര സാധാരണക്കാർക്കും, എത്ര പണക്കാർക്കും, എത്ര കോടീശ്വരന്മാർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ഫുഡ് എന്ന് വേണം പറയാം. ഇതാണ് ശരിക്കും പറഞ്ഞ സൂപ്പർ ഫുഡ്. നമ്മൾ ഇറച്ചി കഴിക്കുന്നതിന് വേണ്ടിയിട്ടാ, പ്രോട്ടീന് വേണ്ടിയിട്ടാ. നോക്കൂ, നമ്മൾ പ്രോട്ടീൻ കിട്ടാൻ വേണ്ടി കഴിക്കുന്ന പല ഫുഡുകളിൽ കിട്ടുന്ന പ്രോട്ടീൻ്റെ അളവ് ഇവിടെ നമ്മളൊരു കമ്പാരിസൺ ചാർട്ടായിട്ട് കാണിച്ചിട്ടുണ്ട്. പാലക്ക്, ആലു, ദാൽ, ചിക്കനകത്താണ് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ വരുന്നത്, 27 ഗ്രാം. പക്ഷെ അതിന്റെ പ്രശ്നം എന്നാണ്, അവിടെ ഡയറ്ററി ഫൈബർ 0 ആണ്. അവിടെയും നമ്മൾ കവച്ചു നോക്കുന്ന അതിന്റെ ഇരട്ടിയോളം പ്രോട്ടീനാണ് പ്രോട്ടീൻസിലുള്ളത്. 49 ഗ്രാം പ്രോട്ടീൻ, 16 ഗ്രാം ഫൈബർ. ഏറ്റവും ഹെൽത്തിയും ആയിട്ടുള്ള പ്രോഡക്റ്റ്. ഇതാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഇവിടെ ഈ ഒരു സ്ലൈഡ് നോക്കിയിട്ട് നമ്മൾ ചൂസ് ചെയ്യണം, എനിക്ക് എന്ത് വേണം, ഞാൻ എന്ത് കഴിക്കണമെന്ന് ഈ ഒരൊറ്റ സ്ലൈഡിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കണം, അതിനുള്ള മാർഗവും കമ്പനി തന്നിട്ടുണ്ട്. കുറച്ച് ഡിഷുകൾ ഇവിടെ കാണും. പ്രോട്ടീസ് ചില്ലി, നമ്മൾ ചില്ലി ചിക്കൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾ പ്രോട്ടീസ് ചില്ലി, പ്രോട്ടീസ് വെച്ച് ചില്ലി ചിക്കൻ പോലെ തന്നെ ഉണ്ടാക്കാം. ഒരാളോട് പറഞ്ഞില്ലെങ്കിൽ ആ ആള് തിരിച്ചറിയില്ല. പ്രോട്ടീസ് വെച്ച് പൊറോട്ട, പ്രോട്ടീസ് വെച്ച് കുൾഫി, ചിന്തിക്കാൻ മേലാത്ത പ്രോഡക്റ്റുകളാണ് ശരിക്കും പറഞ്ഞാൽ പ്രോട്ടീസ് എന്ന ആ ഒരു പ്രോഡക്റ്റ് കൊണ്ട് നടക്കുന്നത്. ബർഫി, നമ്മൾ
ബിൽവാരയിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഗുഡോട്ടിന്റെ ഒക്കെ പ്രോഗ്രാമിന് പോയിട്ടുള്ളവർക്ക് അറിയാം, പ്രോട്ടീസ് കൊണ്ട് ബർഫി ഉണ്ടാക്കും, പ്രോട്ടീസ് കൊണ്ട് കുൾഫി ഉണ്ടാക്കും. ഇതെല്ലാം കഴിച്ച് അതിന്റെ ആ ഒരു സ്വീറ്റ് അല്ലെ, അതിന്റെ ഒരു ടേസ്റ്റ് അറിഞ്ഞവരാണ് അർസീമിലുള്ള കൂടുതൽ ആൾക്കാർ. അപ്പം എന്തും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വണ്ടർഫുൾ പ്രോഡക്റ്റ് പ്രോട്ടീൻസ്. കാരണം ഇതൊക്കെ നമ്മുടെ കമ്പനിക്ക്, ഗുഡ്ഡോട്ട് എന്ന കമ്പനിക്ക് കിട്ടുന്ന സർട്ടിഫിക്കേഷൻസ് ആണ്. ഇതിനെ ഓരോന്നിനെ പറ്റി നമ്മൾ ഡീപ്പായിട്ട് പോകുന്നില്ല. FDA, FSSAI, പേറ്റ, ഇതൊക്കെ ഓരോരോ നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇതൊക്കെ എത്രത്തോളം ഉയർന്ന വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റുകളാണെന്നുള്ളത്. അവാർഡ്സ് ആൻഡ് റെക്കഗ്നേഷൻ, ഇതിന്റെയൊക്കെ വാല്യൂ ആണ് നമ്മൾ പറയുന്നത്. ഓരോ കാര്യങ്ങളും ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും വെറുതെ കിട്ടുന്നതല്ല. ഈ ഒരു പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്രയും അവാർഡുകൾ. അതും നേരായ മാർഗത്തിൽ വളർന്നത് കൊണ്ട് മാത്രം കിട്ടിയ അവാർഡുകളാണ്. മറ്റുള്ളവർക്ക് ഗുണം തരുന്ന കുറെ കാര്യങ്ങൾ ചെയ്തത് കൊണ്ടാണ്. അവാർഡുകൾ കാണിക്കാൻ 2 പേജ് വേണ്ടി വന്നു. വീണ്ടും വീണ്ടും അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു അവാർഡ്, ഗ്ലോബലി 33ാമത്തെ സ്ഥാനത്ത് എത്തിയ ഒരു കമ്പനി, അതും ഒരു ഇന്ത്യൻ കമ്പനി, ഒരേ ഒരു ഇന്ത്യൻ കമ്പനി. 500 കമ്പനികൾ വേൾഡ് വൈഡ് വന്ന ഒരു എക്സിബിഷനിൽ, പ്ലാൻ ബേസ്ഡ് ഫുഡിന്റെ എക്സിബിഷനിൽ, അതിൽ 33ാമത്തെ സ്ഥാനത്തെത്താൻ കഴിഞ്ഞു എന്നുള്ളത് ഓരോരുത്തർക്കും ഉപകാരിക്കാം. കാരണം ഇത് ചെറിയൊരു കമ്പനിയല്ല, ചെറിയൊരു പ്രസ്ഥാനമല്ല, ചെറിയൊരു ഡോട്ടല്ല. ഇത് പടർന്ന് പന്തലിക്കാൻ പോകുന്ന വലിയൊരു ഡോട്ടാണ്. ഇത് തുടക്കം ഇവിടുന്നാണ്. നമ്മളിപ്പോ കാണുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ട്, വെജിറ്റേറിയൻ ബൈറ്റ്. ഏറ്റവും ആദ്യം ഗുഡ്ഡോട്ട് എന്ന കമ്പനി ജനങ്ങൾക്ക് തന്നൊരു പ്രോഡക്റ്റ് ആണ് വെജിറ്റേറിയൻ മീറ്റ് എന്ന പേരിൽ അന്ന് വന്നു. ഇന്നത്തെ വെജിറ്റേറിയൻ ബൈറ്റ് എന്നുള്ള സെയിം പ്രോഡക്റ്റ് തന്നെ വെജിറ്റേറിയൻ ബൈറ്റ് എന്ന പേരിൽ. കാരണം ഇറച്ചിക്കും മീനിനും ഒരു ഓൾട്ടർനേറ്റീവ്. ഇറച്ചി പോലെ വെക്കാം, മീൻ പോലെ വെക്കാം. എത്ര സുന്ദരമായ ഒരു ഐഡിയ. ഒരു ജീവനെ പോലും കൊല്ലണ്ട. ഹൈ പ്രോട്ടീൻ ആണ്, വെജിറ്റേറിയൻ ആണ്, വീഗൻ ആണ്, ഡയറ്ററി ഫൈബറും ഉണ്ട്. യാതൊരു രീതിയിലും ശരീരത്തിനോ മൃഗങ്ങൾക്കോ പ്രകൃതിക്കോ ദോഷകരമായ ഒന്നുമില്ലാത്ത ഒരു സൂപ്പർ പ്രൊഡക്റ്റ്. ഇതാണ് സൂപ്പർ സ്റ്റാർ വെജിറ്റേറിയൻ ബൈറ്റ്. ഇതിലെ കണ്ടന്റ് ഒന്ന് നോക്കൂ. വീറ്റ് ഫ്ലോർ, നമ്മുടെ ഗോതമ്പ് പൊടി, പീസ്, ഗ്രീൻ പീസ്, കിനോവ, ചിയ സീഡ്, സോയാബീൻ, ഫ്ലാക്സ് സീഡ്. ഒമേഗ 3 റിച്ച് ആണ് ഫ്ലാക്സ് സീഡ്. നമ്മൾ ഒമേഗ 3 വെജിറ്റേറിയൻ ഒമേഗ 3 എവിടെ നിന്ന് ഉണ്ടാക്കുന്നത് പഠിച്ചിട്ടുണ്ട്. ഫ്ലാക്സ് സീഡിലാണ് ഏറ്റവും കൂടുതൽ ഒമേഗ 3 ഉള്ളത്. അപ്പോൾ ഇത്രയും സൂപ്പർ ഫുഡുകളുടെ ഒരു കോമ്പിനേഷൻ ആണ്. ഇതിനെ സൂപ്പർ സ്റ്റാർ എന്ന് വിളിച്ചാൽ പോരാ, മെഗാ സ്റ്റാർ എന്ന് തന്നെ നമുക്ക് വിളിക്കാം. 100% വെജിറ്റേറിയൻ. ഇറച്ചി വെക്കേണ്ട പോലെ വെച്ചാൽ ഇറച്ചി, മീൻ വെക്കേണ്ട പോലെ വെച്ചാൽ മീൻ. അവിടെയോ പ്രോട്ടീൻ കമ്പാരിസൺ വരുമ്പോഴോ ഇറച്ചിയേക്കാളും മീനേക്കാളും പ്രോട്ടീൻ കൂടുതലാണ്. ഇവിടെ 28 ഗ്രാം പ്രോട്ടീൻ കിട്ടും വെജിറ്റേറിയൻ ബൈറ്റിൽ നിന്ന്. കൊളസ്ട്രോൾ ബാക്കി എല്ലാത്തിനും കൊളസ്ട്രോൾ ഉണ്ട്. നോക്കൂ, മട്ടനുണ്ട് കൊളസ്ട്രോൾ, ഫിഷിനുണ്ട് കൊളസ്ട്രോൾ, ബീഫിനുണ്ട് കൊളസ്ട്രോൾ. പക്ഷേ വെജിറ്റേറിയൻ ബൈറ്റിനോ ദോഷകരമായ ഒന്നുമില്ല, പക്ഷെ ഗുണകരമായ എല്ലാം വെജിറ്റേറിയൻ ബൈറ്റ്. നമുക്ക് ദോഷം വേണോ ഗുണം വേണോ എന്നുള്ളത് ഓരോരുത്തരുടെയും ഇൻഡിവിജ്വൽ ചോയ്സാണ്. ഇവിടെ ടോട്ടൽ ഫാറ്റ് വരുന്നത് വെറും 4.9 ഗ്രാമാണ്. ഡയറ്ററി ഫൈബർ വരുന്നതോ 4.55. ബാക്കി ഒരു നോൺ വെജിറ്റേറിയനും ഡയറ്ററി ഫൈബർ ഇല്ല. ശ്രദ്ധിക്കുക, നമ്മുടെ ബോഡിക്ക് എന്താണ് വേണ്ടത്. ഇതൊക്കെയാണെങ്കിലും, ഇതൊക്കെ അറിയാമെങ്കിലും നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിലെ ഒരു കണക്കാണ്. റെഡ് കളറിൽ കാണിച്ചേക്കുന്നതൊക്കെ നോൺ വെജിറ്റേറിയൻ കൂടുതൽ ഉപയോഗിക്കുന്നതും ഗ്രീൻ കളറിൽ കാണിച്ചേക്കുന്നതൊക്കെ വെജിറ്റേറിയൻ പോപ്പുലേഷൻ കൂടുതലുള്ള സ്ഥലങ്ങളാണ്. നമ്മൾ വീണ്ടും ഒന്നാമതാവുന്നു കേരളം. ഏറ്റവും കൂടുതൽ റെഡിൽ കാണിച്ചേക്കുന്ന ഒരു മേഖലയാണ് ശരിക്കും പറഞ്ഞാൽ കേരളം. അതിന്റെ ഗുണം അല്ലെങ്കിൽ അതിന്റെ ദോഷം എന്താണെന്ന് നമുക്ക് നോക്കാം. മീറ്റ് കൂടുതൽ കഴിച്ചുകൊണ്ടുണ്ടാകുന്ന ഇഷ്യൂ, അതിന്റെ സയന്റിഫിക് സ്റ്റഡീസ് വന്നിരിക്കുന്ന ഒരു കുറച്ച് റിപ്പോർട്ട് വരാൻ ചാൻസ് ഉള്ളത്, സ്ട്രോക്ക് വരാൻ ചാൻസ് ഉണ്ട്, ഡയബറ്റിക്സ് വരാൻ ചാൻസ് ഉണ്ട്, ഹാർട്ട് ഡിസീസിന് ചാൻസ് ഉണ്ട്, ഒബിസിറ്റിക്ക് ചാൻസ് ഉണ്ട്, ഹാർംഫുൾ കൊളസ്ട്രോൾ. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. മറ്റൊരു സ്റ്റഡി റിപ്പോർട്ടിൽ വന്നത് റിസ്ക് ഓഫ് ഹാർട്ട് ഡിസീസ് എത്രത്തോളം ഉണ്ട് നോൺ വെജിറ്റേറിയനും വെജിറ്റേറിയനും പ്ലാന്റ് ബേസ്ഡ്. ഇവിടെ നോൺ വെജിറ്റേറിയൻ ഉപയോഗിക്കുന്നവർ, സ്ഥിരമായിട്ട് നോൺ വെജിറ്റേറിയൻ ഉപയോഗിക്കുന്നത് 80% സാധ്യതയാണ് ഹാർട്ട് ഡിസീസിനുള്ളത്. അതേ സ്ഥാനത്ത് വെജിറ്റേറിയൻ ആണ് ഉപയോഗിക്കുന്നെങ്കിലോ 2% ചാൻസ് ഉണ്ട്. അതും മാറി പ്ലാന്റ് ബേസ്ഡിലാണ് ഉപയോഗിച്ചെങ്കിലോ വെറും 0%. അതായത് ഇല്ല, ദർ ഇസ് നോ ചാൻസ് പ്ലാന്റ് ബേസ്ഡ് ഉപയോഗിക്കുന്ന ആൾക്കാർ. നമ്മൾ ആദ്യം കണ്ട സൈഡിൽ കണ്ടു ബ്ലൂ സോൺ. ബ്ലൂ സോണിലെ 95% ആൾക്കാർ കഴിക്കുന്ന പ്ലാന്റ് ബേസ്ഡ് ഫുഡാണ്. അവിടെ എന്തുകൊണ്ടാണ് അസുഖമില്ലാത്തത്? ഈ 2 സ്റ്റഡികളും തമ്മിലൊന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കാം, ഒന്ന് തട്ടിച്ചു നോക്കാം. ഇത് സത്യമാണോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും സ്വയം ചിന്തിച്ചു നോക്കാം.
ഇത് ക്യാൻസർ റിസർച്ച് UK ഒരു സ്റ്റഡി റിപ്പോർട്ടാണ്. പ്രോസസ്ഡ് മീറ്റ് സ്ഥിരമായിട്ട് കഴിക്കുന്ന 99% ആൾക്കാരിലും ക്യാൻസർ കോശങ്ങൾ വരാനുള്ള സാധ്യത, വളരാനുള്ള സാധ്യത ഏറ്റവും കൂടുതലാണ്. അത് നമ്മുടെ അനുഭവത്തിൽ നിന്ന് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ചുറ്റിനും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. റെഡ് മീറ്റ് കൂടുതൽ ഉപയോഗിക്കുന്നിടത്തോ 90% ചാൻസ് ആണ്. ഇതും നമ്മുടെ ചുറ്റിനും കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്കിത് മനസ്സിലാവും. ഈ സ്റ്റഡി റിപ്പോർട്ട് നേരത്തെ വന്നാണ്, പക്ഷേ ഇന്ന് ഇതിന്റെ റിസൾട്ടുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. 80% ചിക്കനും ഫിഷും കൂടുതൽ ഉപയോഗിക്കുന്നവരിലേക്ക് 80% ചാൻസ് ആണ് ക്യാൻസർ. വെജിറ്റേറിയൻ ഉപയോഗിക്കുന്നവരിലോട്ടോ 2% ചാൻസ്. അവിടെയും പ്ലാന്റ് ബേസ്ഡ് ആണ് ഉപയോഗിക്കുന്നതെങ്കിലോ അവിടെ നോക്കൂ, ഗുഡ് ഡോട്ടിന്റെ പ്രോഡക്റ്റ് മാത്രമാണ് കാണിച്ചത്. ഇവർക്ക് 0% ആണ് ചാൻസ്. എത്രയാണ്? 0%. ഉറപ്പാണ് 0%. ഏത് പേഷ്യന്റ് വേണമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഈ രാത്രി സമയത്ത് കണ്ടാൽ ഭയങ്കര ഭംഗിയാണ് അല്ലേ? ഇത് കണ്ടാൽ നോൺ വെജിറ്റേറിയൻ അല്ല എന്ന് പറയാൻ ആരെക്കൊണ്ടും പറ്റില്ല. ഇന്നത്തെ ഡിന്നറിന് വേണമെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാം. വളരെ സിമ്പിളാണ്. വെജിറ്റേറിയൻ ബേറ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന ധാരാളം ഡിഷുകൾ. കാരണം ഒരു തരം മാത്രമല്ല, ഊത്തപ്പം വരെ വെജിറ്റേറിയൻ ബേറ്റ് കൊണ്ട് ഉണ്ടാക്കും. അപ്പം ചോലയൊക്കെ പലപ്പോഴും ഗുഡ് ഡോട്ടിന്റെ പ്രോഗ്രാമിൽ നമ്മൾ കഴിച്ചിട്ടുള്ളതാണ്. അതിന്റെ ആ ഒരു ടേസ്റ്റും കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞിട്ടുള്ളതാണ്. അപ്പം ധാരാളം ഡിഷുകൾ വെജിറ്റേറിയൻ ബേറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെയാണെങ്കിലും നമ്മൾ എത്ര പേര് അറിഞ്ഞിട്ടെന്ന് അറിഞ്ഞുകൂടാ, നമ്മളിപ്പോഴും ഗുഡ് ഡോട്ടിനെ അക്സെപ്റ്റ് ചെയ്യാൻ മടി കാണിക്കുന്നുണ്ടെങ്കിൽ ഇതൊന്ന് കാണുന്നത് നല്ലതാണ്. ഇന്ന് ലോക ഹോട്ടലുകളുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ഇന്ത്യൻ ഹോട്ടലിലെ ഏറ്റവും മുന്തിയ ഹോട്ടൽ താജ് ഹോട്ടൽ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. കാരണം ഇന്ന് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു പ്രമുഖ വ്യക്തി, ഒരു VIP വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിൽ താമസിക്കാൻ ചൂസ് ചെയ്യുന്ന ഹോട്ടൽ ഏതായിരിക്കും? താജ് ഹോട്ടലായിരിക്കും. കാരണം അത്രയും ഹൈ സ്റ്റാൻഡേർഡും ഹൈ ക്വാളിറ്റിയും ആൾക്കാർക്ക് മാത്രം കയറാൻ പറ്റുന്നതും അവർക്ക് മാത്രം താങ്ങാൻ പറ്റുന്നതുമായിട്ടുള്ളൊരു ഹോട്ടൽ ശൃംഖലയാണ് താജ്. താജ് ഹോട്ടൽ എന്തിനായിരിക്കും ഗുഡ് ഡോട്ട് അവിടെ കൊടുക്കുന്നത്? അതിന്റെ ഒരു സർട്ടിഫിക്കേഷൻ നമ്മളിവിടെ കാണിക്കുന്നത്. കാരണം അവിടുത്തെ വീഗൻ കാറ്റഗറിയിൽ അവർ ചൂസ് ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റ് ഗുഡ് ഡോട്ട് എന്ന കമ്പനിയാണ്. ഇത് മാത്രം പോരെ ഗുഡ് ഡോട്ടിന്റെ വാല്യൂ നമുക്കറിയാനായിട്ട്. നമ്മൾ എത്രത്തോളം വാല്യൂ ഗുഡ് ഡോട്ടിന് കൊടുക്കുന്നുണ്ട്, ശരിക്കുള്ള വാല്യൂ എത്രയാണ്, എന്താണ്, ഇത് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കാം. ഇനി ഗുഡ് ഡോട്ടിന്റെ പ്രോഡക്റ്റ് തീർന്നില്ല. മടിയന്മാർക്ക് വേണ്ടിയിട്ട് കുറച്ച് ഇൻസ്റ്റന്റ് പ്രോഡക്റ്റുകളുണ്ട്. എനിക്ക് കുക്ക് ചെയ്യാൻ മടിയാന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ട് ഗുഡ് ഡോട്ട് അതും തന്നിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഒന്നാമത്തെ സാധനം കറി പേസ്റ്റ്. സവോള അരിയാനും ഇഞ്ചി ചേർക്കാനും വെളുത്തുള്ളിക്കും ഒക്കെ തക്കാളി ഇതെല്ലാം ഉണ്ടാക്കണം. നമ്മളൊരു കറി ഉണ്ടാക്കണം അല്ലേ? ഇതൊന്നും ചെയ്യണ്ട, നേരെ നമുക്ക് കറി ഉണ്ടാക്കാനുള്ള ഗ്രേവി ഒരു പാക്കറ്റ് രൂപത്തിൽ. വെജിറ്റേറിയൻ ബേറ്റ് എടുക്കുക, നമ്മുടെ കറി പേസ്റ്റ് എടുക്കുക, രണ്ടും കൂടെ ഒരു കോമ്പിനേഷൻ ആക്കിയിട്ട് നല്ല സൂപ്പർ ഒരു കറി. നോക്കൂ, ഇത് കണ്ടാൽ കഴിക്കാൻ തോന്നാതിരിക്കില്ല. വെജിറ്റേറിയൻ ബേറ്റ് വിത്ത് കറി പേസ്റ്റ്, മറ്റൊന്നും വേണ്ട. ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് ഇന്ന് വൈകിട്ടുണ്ട്, വെറും അരമണിക്കൂർ പോലും വേണ്ട. ശരിക്കും പറഞ്ഞാൽ 10-15 മിനിറ്റും കൊണ്ട് നമുക്കൊരു കറി റെഡി. ഇപ്പൊ വിചാരിച്ച ഇപ്പൊ ഉണ്ടാക്കാം. ഇത്രയും മനോഹരമായ പ്രോഡക്റ്റുകളാണ് നമുക്കുള്ളത്. കറി പേസ്റ്റിലെ കണ്ടന്റുകൾ ആ കണ്ടന്റുകളെല്ലാം കൂടെ ആ വിലയ്ക്ക് എങ്ങനെ കൊടുക്കുന്നു എന്ന് പോലും നമുക്ക് സംശയമാണ്. അടുത്ത ഒരു ഇൻസ്റ്റന്റ് പ്രോഡക്റ്റ് ആണ് നമ്മുടെ വെജിറ്റബിൾ ബിരിയാണി. ഇന്നൊരു ബിരിയാണി കഴിക്കണമെങ്കിൽ നമ്മൾ ഒന്നുകിൽ ഓൺലൈൻ വഴി ഓർഡർ ചെയ്യണം, അല്ലെങ്കിൽ ബിരിയാണി കടയിൽ പോകണം. ഉണ്ടാക്കണമെങ്കിലോ എത്ര നേരത്തെ പരിപാടിയാണ്. അവിടെയാണ് ഇൻസ്റ്റന്റ് ആയിട്ട് ബിരിയാണി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പാക്കറ്റ്. ജസ്റ്റ് പാക്കറ്റ് പൊട്ടിക്കുക, കുക്കർ ഇടുക, വെള്ളം ഒഴിക്കുക, വിസിൽ കേൾപ്പിക്കുക, റെഡി. അതും വേണമെങ്കിൽ ഇപ്പൊ ഉണ്ടാക്കാം, ഇപ്പൊ കഴിക്കാം. എപ്പോഴാണോ ബിരിയാണി ആവശ്യമുള്ള അപ്പൊ കഴിക്കാം. അപ്പോൾ ഇതിലും നമ്മുടെ വെജിറ്റേറിയൻ ബേറ്റ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രോട്ടീൻ റിക്വയർമെന്റ് നമ്മുടെ ബിരിയാണിയുടെ കൂടെയും നമുക്ക് സാധിക്കും. അടുത്തത് വെജിറ്റേറിയൻ ബേറ്റ് ഉണ്ടാക്കാൻ മറ്റൊരു മാർഗം, ഒരു കുഞ്ഞൻ പ്രോഡക്റ്റ്, ഒരു കുഞ്ഞൻ മസാല. ജസ്റ്റ് വെജിറ്റേറിയൻ ബേറ്റിൽ നമ്മളൊന്ന് വരട്ടുക, അതിനുശേഷം വറക്കുക, ചുമ്മാ കഴിക്കുക. നമ്മൾ ബാർബിക്യൂ എന്നൊക്കെ പറഞ്ഞ് കേൾക്കത്തില്ലേ അല്ലേ? പുകയില് വറുത്തെടുക്കുന്ന, കരിച്ചെടുക്കുന്ന, ട്രാൻസാറ്റുള്ള ധാരാളം നോൺ വെജിറ്റേറിയൻ ഫുഡുകൾ നമ്മുടെ ചുറ്റിനുണ്ട്. ഇതിനൊക്കെ പകരം ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് നമുക്ക് ഇതിനെ എടുക്കാം. വളരെ സിമ്പിൾ ആണ്. ഇത് നമ്മുടെ പ്രോട്ടീൻസിനെ നമുക്ക് ഒരു പക്കോടയാക്കി മാറ്റി ചുമ്മാ കുറച്ചുകൊണ്ടിരിക്കാം. വളരെ സിമ്പിളാണ്. പ്രോട്ടീൻസ് എടുക്കുക, അതിനെ ഒന്ന് ചൂടുവെള്ളത്തിൽ ഇടുക, സോഫ്റ്റ് ആക്കുക, ഈ മസാല ഇടുക, ഒന്ന് പുരട്ടി വെക്കുക, നമ്മുടെ രീതിയിൽ ഒന്ന് വറുത്തെടുക്കുക. എത്ര സിമ്പിൾ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇതൊക്കെയാണ് നമ്മുടെ പ്രോഡക്റ്റുകളുടെ ഒരു നീണ്ട നിര.
ഇതിന്റെ വാല്യൂ, ഒരെണ്ണത്തിന്റെ വാല്യൂ പോലും നമുക്ക് കൽപ്പിക്കാൻ പറ്റില്ല. ഓരോന്നും പ്രോട്ടീൻ റിച്ച് ആണ്, ഫൈബർ റിച്ച് ആണ്, സീറോ കൊളസ്ട്രോൾ ആണ്, ഹെൽത്തി ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ മാത്രം. ഇതുകൊണ്ട് തന്നെ വീഗൻ പ്രോഡക്റ്റുകളുടെ ഇന്ന് ഗ്ലോബലി ഉള്ള ആ ഒരു ഗ്രോത്ത്, നമ്മൾ ഓരോ കൺട്രികളിലും വന്നേക്കുന്ന ഗ്രോത്തിന്റെ ജസ്റ്റ് സ്ക്രീൻഷോട്ടുകളാണ് കാണിച്ചേക്കുന്നത്. നെറ്റ് നോക്കിക്കഴിഞ്ഞാൽ അതെല്ലാം കിട്ടും. 200% വരെ ഗ്രോത്ത് കാണിക്കുന്ന കൺട്രികൾ ഇന്ന് ലോകത്തുണ്ട്. ഇന്ത്യയിൽ അതിന്റെ തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ. വീഗൻ ഗ്ലോബലി ഗ്രോത്തിന്റെ ഒരു ഗ്രാഫാണ് ഇവിടെ സ്ക്രീനിൽ കാണാൻ പറ്റുന്നത്. വീഗൻ പ്രോഡക്റ്റുകൾ 2010 മുതലുള്ള ഒരു ഗ്രോത്താണ് കാണിച്ചത്. 2025-26 കാലഘട്ടത്തിൽ ആ ഗ്രോത്തിന്റെ ആ ഗ്രാഫ് പോകുന്ന ആ ഒരു വഴിയൊന്ന് നോക്കും. ഇനി 2030 ആകുമ്പോൾ വീഗന്റെ ആ ഒരു പോപ്പുലേഷൻ എവിടെ എത്തും? അപ്പോൾ ഗുഡ് ഡോട്ടിന്റെ സ്ഥാനം എവിടെയായിരിക്കും? ആശയം ബിസിനസ് ആയിട്ട് ചെയ്യുന്നവർക്ക് ചിന്തിക്കാവുന്ന കാര്യമാണ്, ഒന്ന് സ്വപ്നം കാണാവുന്ന കാര്യമാണ്. എന്തും നേടാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലോട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വളർച്ച. ആശയത്തിന്റെ ഒരു ചെറിയ പ്രോഡക്റ്റ് മാത്രമാണ് നമ്മൾ നോക്കുന്നത്. ഗുഡ് ഡോട്ട് പറഞ്ഞ ഒറ്റ സെഗ്മെന്റ് മാത്രം. ഈ ഒരു ഗ്രാഫ് മനസ്സിൽ വെക്കുക. ഇത് മാത്രമല്ല, പ്ലാൻ ബേസ്ഡ് ഫുഡിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് എന്ത് വ്യത്യാസമാണ് ഈ ഒരു പരിസ്ഥിതിക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്, ഈ ഒരു പ്രപഞ്ചത്തിന് ഉണ്ടാക്കാൻ പറ്റുന്നത്? 4100 ലിറ്റർ വെള്ളം നമുക്ക് സേവ് ചെയ്യാൻ പറ്റി. 30 സ്ക്വയർ ഫീറ്റോളം ലാൻഡ് ഗുഡ് ഡോട്ട് എന്ന പ്രസ്ഥാനം വഴി സേവ് ചെയ്യാൻ പറ്റി. 9 കിലോഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ നമുക്ക് തടയാൻ പറ്റി. ഇതിനൊക്കെ പുറമെ ഒരു ജീവനെ നമുക്ക് തടയാൻ പറ്റി, ഒരു ജീവനെ നമുക്ക് രക്ഷിക്കാൻ പറ്റും, ഒരു ജീവൻ നഷ്ടപ്പെടാതിരിക്കാനായിട്ട് ഗുഡ് ഡോട്ട് കാരണക്കാരനായി. ഇനി പറ, നമ്മൾ ഓരോരുത്തരും ഗുഡ് ഡോട്ടിന്റെ കൂടെയല്ലേ നിൽക്കണ്ടേ? ഗുഡ് ഡോട്ട് എന്ന പ്രസ്ഥാനം കാണിച്ചു തരുന്ന ഈ വഴി നമുക്ക് ഓരോരുത്തർക്കും വിജയിക്കാനും നമുക്ക് ഓരോരുത്തർക്കും കുറേ നല്ല കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനും ഉള്ള ഒരു വഴിയാണ്. ഇവിടെ ഗുഡ് ഡോട്ട് കുക്കിംഗ് ചെയ്യാൻ അറിയാൻ മേലാത്തവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ ലെറ്റ്സ് കുക്ക് ടുഗദർ എന്ന് പറഞ്ഞ ഒരു മനോഹരമായ പ്ലാറ്റ്ഫോം, യാതൊരു ചെലവുമില്ല, വീട്ടിലിരുന്ന് കുക്ക് ചെയ്യാവുന്ന ഒരു പ്ലാറ്റ്ഫോം. ഇതിനെപ്പറ്റി ഉള്ള രജിസ്ട്രേഷൻ കാര്യങ്ങളെല്ലാം സൈറ്റിൽ വരും, നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പുകൾ വരും. ആരും അതിനു വേണ്ടിയിട്ട് നാളത്തേക്ക് മാറ്റി വെക്കരുത്. കാരണം നാളത്തേക്ക് മാറ്റിവെച്ചാൽ ചിലപ്പോൾ ആ നാളെ നമ്മൾ ഉണ്ടാകണമെന്ന് പോലും ഇല്ല. നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ഗുഡ് ഡോട്ട് റെസോയി, പുതിയ പേരിൽ, പുതിയ രൂപത്തിൽ, പുതിയ ഡിഷുകൾ, ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത പുതിയ പുതിയ ഡിഷുകൾ ഗുഡ് ഡോട്ട് റെസോയി വഴി നമുക്ക് കാണാൻ പറ്റും. ഒരു സാധാരണ വീട്ടിലിരിക്കുന്ന ഒരാൾക്ക് പോലും നമുക്ക് ധാരാളം പരീക്ഷണങ്ങൾ നടത്താം. വീട്ടമ്മമാർ കൂടുതലും അടുക്കളപ്പണിയാണ് ചെയ്യുന്നത്, അല്ലെ? അവിടെ ഗുഡ് ഡോട്ടിന്റെ പ്രോഡക്റ്റ് ഉപയോഗിച്ചാണ് ചെയ്യുന്നതെങ്കിലോ അവിടെ ഒരു മാറ്റം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഇവിടെ നമുക്ക് പുതിയൊരു റെസിപ്പി ബുക്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സൈറ്റിൽ നിന്ന് നമുക്ക് ഗ്രൂപ്പിലൊക്കെ ലിങ്ക് വന്നിട്ടുണ്ട്. ഗുഡ് ഡോട്ട് SOE റെസിപ്പി ബുക്ക് എന്നാണ് എന്റെ പേര്. ഇത് നിലവിൽ ഇപ്പോൾ വന്നേക്കുന്നത് നമുക്ക് ഹിന്ദിയിലാണ് വന്നേക്കുന്നത്. ഇനി വരാൻ പോകുന്നു നമുക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും ഇതേ റെസിപ്പികൾ വരും. അതുവരെ തൽക്കാലത്തേക്ക് നമുക്ക് ഈ റെസിപ്പി ബുക്ക് ഉപയോഗിക്കാം. ഇനി ഹിന്ദി ഒട്ടും അറിയാൻ മേലാത്തവർക്ക് വേണ്ടിയിട്ട് ഈ റെസിപ്പി ബുക്കിന്റെ എല്ലാം ഓരോ റെസിപ്പിയുടെയും അണ്ടറിൽ ഒരു QR കോഡ് ഉണ്ടാവും. ആ QR കോഡ് ഒന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നേരെ അതിന്റെ വീഡിയോ വരും. ആ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതിന്റെ വീഡിയോ വരും. അവിടെ നമുക്ക് ലാംഗ്വേജ് പ്രശ്നമല്ല, ഏത് ലാംഗ്വേജിലായിക്കോട്ടെ നമുക്ക് കണ്ടുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന വീഡിയോ വരും. ഇവിടെ ഒരു സ്പെഷ്യൽ അനൗൺസ്മെന്റ് ഇന്ന് നമ്മുടെ മുർസാർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. കേരള സ്പെഷ്യൽ 2.0 എന്ന് പറയുന്ന ഒരു സെഷൻ നമ്മുടെ ഗുഡ് ഡോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. ഒരു സർപ്രൈസ് ആണ് അത്. നമുക്ക് മുർസാറിന്റെ കയ്യിൽ നിന്ന് കേൾക്കാം. ലാസ്റ്റ് മുർസാർ പറഞ്ഞ പോലെ ഇത് ഈ പ്രസന്റേഷന്റെ അവസാനമായിരിക്കും ആ അനൗൺസ്മെന്റ്. ഒരാൾ പോലും അത് മിസ്സാക്കരുത്. ഇനി എവിടെയാണ് വീഡിയോസ് കാണുക? നമ്മൾ ഗുഡ് ഡോട്ടിന്റെ QR കോഡ് സ്കാൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും, റെസിപ്പി ബുക്കിന്റെ QR കോഡ് സ്കാൻ ചെയ്താൽ നേരെ പോകുന്നത് ഗുഡ് ഡോട്ടിന്റെ ഒഫീഷ്യൽ, ഗുഡ് ഡോട്ട് RCMന്റെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജിലേക്കാണ്. ആ പേജിന്റെ പേരാണ് ഇവിടെ സ്ക്രീൻഷോട്ട് കാണുന്നത്, ഗുഡ് ഡോട്ട് _RCM. ഇതാണ് ഗുഡ് ഡോട്ട് RCMന്റെ ഒഫീഷ്യൽ പേജ്. ഈ പേജിലായിരിക്കും റെസിപ്പികൾ വരിക. നോട്ട് ചെയ്ത് വെക്കുക. ഇൻസ്റ്റാഗ്രാം മിക്കവരും യൂസ് ചെയ്യുന്നതാണ്. നമുക്ക് അവിടെ നമ്മുടെ കൂടെയുള്ള നമ്മുടെ ലീഡേഴ്സ് അവിടെ ഓരോ പുതിയ ഡിഷ് ഉണ്ടാക്കി അവിടെ വീഡിയോ ഇട്ടേക്കും നമുക്ക് കാണാം. ഇതിനകത്ത് കുറേയൊക്കെ മുഖങ്ങൾ നമുക്ക് പരിചയമുള്ള മുഖങ്ങളുണ്ടാവും. ധാരാളം റെസിപ്പികൾ, ഞാൻ രണ്ട് സ്ക്രീൻഷോട്ട് എടുത്തുള്ളൂ, ധാരാളമുണ്ട്. കാണാനാണ് ഇഷ്ടം പോലെ റെസിപ്പികൾ, പറഞ്ഞാൽ തീരാത്തത്രയും റെസിപ്പികൾ. ഇതൊക്കെ ഇവിടം വരെ എത്താനായിട്ട് നമ്മളെ ഓരോരുത്തരെയും നമ്മുടെ ഇന്ത്യ ലെറ്റ്സ് കുക്ക് ടുഗദർ എന്ന് പറഞ്ഞ പ്രോഗ്രാമിന്റെ തുടക്കം മുതൽ ആ പ്രോഗ്രാമിനോടൊപ്പം നിന്ന്
ആ പ്രോഗ്രാമിന്റെ ഓരോ കാര്യങ്ങൾക്കും ട്രാൻസ്ലേഷനും ഒക്കെ ആയിട്ട് വേണ്ടി ഹെൽപ്പ് ചെയ്ത ഒരു എന്താ പറയാ ഒരു ലീഡറാണ്, യഥാർത്ഥ ലീഡറാണ് രഘു സാറ്. രഘു സാറിനെ ഞാൻ ഞങ്ങൾ എല്ലാവരുടെയും പേരിൽ, ഫുഡോട്ടിന്റെ മുഴുവൻ ടീമിന്റെ പേരിലും RCM കേരളയുടെ പേരിലും ഒരു താങ്ക് യു പറയുന്നു. പിന്നെ മറ്റൊരാൾ കൂടിയുണ്ട് നമുക്ക് ഇപ്പോഴും നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ ക്രിസ്റ്റീന മാഡം. ക്രിസ്റ്റീന മാഡത്തോടും ഞങ്ങളുടെ എല്ലാവരുടെയും നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ്. കാരണം ഇവരൊക്കെ എഫേർട്ട് ഇല്ലെങ്കിൽ ഇത്രയും നല്ലൊരു പ്രസ്ഥാനം നമുക്ക് ഇത്രയും ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റില്ല. എത്തിക്കേണ്ട ആവശ്യകത നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. ഇവിടെ ക്രിസ്റ്റീന മാഡത്തിന് RCM ജയ് ഗുഡോട്ട്. ഇന്നത്തെ ദിവസത്തെ സെഷൻ നമുക്കറിയാം, കഴിഞ്ഞ ശനിയാഴ്ച ഒരു സെഷൻ, അത് സാറിനോട് 8-ാം തീയതി ജസ്റ്റ് നമ്മുടെ ഗോപകുമാർ സാറിന്റെ പ്രോഗ്രാമിന് കയറുന്ന നേരത്ത് സുജിത് സാർ ഒരു പ്രോഗ്രാം തരുമോ എന്നുള്ള വാക്കിൽ നിന്ന് കഴിഞ്ഞ ശനിയാഴ്ച ഒരു പ്രോഗ്രാം നമുക്ക് കിട്ടി. അതിൽ നമ്മുടെ സ്വന്തം ഡോക്ടർ രാജൻ സാറ് എൻ്റർ ആയി. പക്ഷെ സാറിന് അവസാനത്തെ 2-3 സ്ലൈഡ് കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ആ സ്ലൈഡ് ഒന്നും ഇതിൽ വന്നിട്ടില്ല, ആ വാല്യൂവിനെ കുറിച്ച് കാണിക്കുന്ന സ്ലൈഡ്. സോ ആ ഒരു സ്ലൈഡിന്റെ എന്താ പറയാ, ഷുവർ സാർ, ആ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത് കേട്ടിട്ട് സാറ് പറഞ്ഞു ഇത് റെക്കോർഡഡ് ആണോ? ഞാൻ പറഞ്ഞു അല്ല സാർ, കാരണം നമുക്ക് കുറച്ച് വളരെ ശുഷ്കിച്ച ഒരു 1000 പേരുടെ പ്ലാറ്റ്ഫോമില് നമുക്ക് ഏകദേശം ഒരു 170 പേരൊക്കെ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. സോ സാറ് പറഞ്ഞു ഇത് ഇങ്ങനെ വിടേണ്ട ഒരു പ്രോഗ്രാം അല്ല, ഇത് അനേകം ജനങ്ങളിലേക്ക് എത്തിക്കണം. RCMന് ഇഷ്ടപ്പെടുന്ന, നല്ല ഭക്ഷണത്തെ ഇഷ്ടപ്പെടുന്ന, ആരോഗ്യം ആവശ്യപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയുള്ള സെഷനാണ് എന്ന് പറഞ്ഞു. അങ്ങനെ അത് എന്താ പറയാ, നമ്മുടെ ലീഡേഴ്സ് എല്ലാവരും ഏറ്റെടുത്ത് അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഓൾ കേരള പ്ലാറ്റ്ഫോമിൽ വീണ്ടും അല്ലെ സുജിത് സാർ, യു ആർ അമേസിംഗ് സാർ, വെരി എന്താ പറയാ, ഹൃദയത്തിൽ നിന്നുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഒപ്പം ഇത് നമ്മുടെ എല്ലാ ഗ്രേറ്റ് ലീഡേഴ്സും കോർ ലീഡേഴ്സും, സുജിത് സാർ, ഹേമന്ത് സാർ, സ്വന്തം മൂർത്തി സാർ, എല്ലാവരും ഇത് ഏറ്റെടുത്തു. സോ അതിന് കിട്ടുന്ന റിസൾട്ട് വേറെയാണ്. കേരളത്തിന് 1-ാം സ്ഥാനത്ത് എത്തിക്കാൻ വേണ്ടി ഞാൻ ഒപ്പം ഉണ്ടായിരിക്കും. നമുക്ക് എല്ലാവർക്കും നമ്മുടെ എല്ലാ പ്രോഗ്രാമുകളിലായിട്ട് ധൈര്യപൂർവ്വം മുന്നോട്ട് പോകാൻ എല്ലാവരെയും ഞാൻ ക്ഷണിക്കുകയാണ്. ഒപ്പം റിയൽ വിമൻ എംപവർമെന്റ് എന്താണെന്നുള്ളത്, ഒപ്പം നളപാചകം കൂടെ ചേരുമ്പോഴുള്ള മനോഹാരിത, അത് ഗുഡോട്ട് നമുക്ക് മുന്നോട്ട് വെക്കുന്നതാണ്. സോ നമ്മളെല്ലാവരും ഇതിന്റെ മിറാക്കിളസ് ആ റിസൾട്ടിന് നമ്മളെല്ലാവരും എന്താ പറയാ കണ്ടവരാണ്, ഭക്ഷിച്ചവരാണ്, ടേസ്റ്റ് ചെയ്തവരാണ്. സോ ഇനിയും വിജയങ്ങൾ എല്ലാവർക്കും ആശംസിക്കുന്നു. താങ്ക് യു സുജിത് സാർ, താങ്ക് യു സോ മച്ച്. ഓവർ ടു യു സാർ. താങ്ക് യു. നമ്മുടെ പ്രസന്റേഷൻ വീണ്ടും കണ്ടിന്യൂ ആണ്. താങ്ക് യു ക്രിസ്റ്റീന മാഡം. കാരണം ക്രിസ്റ്റീന മാഡത്തെ നമ്മൾ കാണാതെ പോയി കഴിഞ്ഞാൽ അതൊരു കുറവ് തന്നെയാണ്. കാരണം ഗുഡോട്ടിന്റെ ഈ ഒരു വളർച്ചയ്ക്ക് വലിയൊരു കാരണക്കാരിയാണ് ശരിക്കും പറഞ്ഞാൽ ക്രിസ്റ്റീന മാഡം. അപ്പൊ താങ്ക് യു ക്രിസ്റ്റീന മാഡം. നമുക്ക് വീണ്ടും നമ്മുടെ പ്രസന്റേഷനിലേക്ക് പോകാം. അടുത്ത സ്ലൈഡ് നമ്മളൊക്കെ ഒന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മൾ പല രീതിയിൽ ആണ് RCMലേക്ക് എത്തിയത്. അവിടെ നമ്മൾ മാർക്കറ്റിംഗ് പ്ലാൻ കാണാറുണ്ട്. RCMലേക്ക് വരുമ്പോഴത്തേക്കിനും പരമ്പരാഗത മാർക്കറ്റിംഗ് പ്ലാനും RCM മാർക്കറ്റിംഗ് പ്ലാൻ. ഇവിടെ ഞാൻ കാണിക്കുന്ന മാർക്കറ്റിംഗ് പ്ലാൻ അല്ല, ഒരു പരമ്പരാഗത ജീവിതശൈലിയും ഒരു RCM ജീവിതശൈലിയും. ഒന്ന് ആലോചിച്ച് നോക്കൂ. പരമ്പരാഗത ജീവിതശൈലി ആണെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും? നമ്മുടെ ആരോഗ്യവും നമ്മുടെ സമയവും നമ്മുടെ പണവും നമ്മളോട് ചെയ്യാണ്. പക്ഷേ നമ്മൾ ചിന്തിക്കാത്ത ഒരു കാര്യം RCMനുണ്ട്. നമ്മൾ RCMൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആരോഗ്യമല്ല ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ആരോഗ്യത്തിന് വേണ്ടിയാണ് RCMൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എന്നാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. ഏതാണ് ശരിയായ വഴി എന്നുള്ളത് ചിന്തിച്ചു നോക്കി. അടുത്ത സ്ലൈഡിൽ കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും. സാധാരണ ജീവിതശൈലി ആണെങ്കിൽ നമ്മുടെ ഓരോ ദിവസവും നമ്മുടെ ആരോഗ്യം കുറഞ്ഞുകൊണ്ടിരിക്കും. അവസാനം നമ്മൾ എന്ത് ചെയ്യുന്നത് ആ പിക്ചറിൽ കാണിക്കുന്നുണ്ട്. ഏതൊരാളെ എടുത്തു, വിദേശത്ത് പൊക്കോട്ടെ, ബിസിനസ് തുടങ്ങിക്കോട്ടെ, ജോലിക്ക് പൊക്കോട്ടെ, എല്ലാം ഇതാണ് ജീവിതശൈലി. പക്ഷെ RCMലോ തളർന്നു കിടക്കുന്നവരെ ഓടിച്ചാടി നടക്കുന്നത് നമ്മൾ ഓരോരുത്തരും കണ്ണുകൊണ്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇതിൽ ഏത് ഗ്രാഫാണ് നല്ലത്, ഏത് ജീവിതശൈലിയാണ് നല്ലത് എന്നുള്ളത് സ്വയം ചിന്തിച്ച് തീരുമാനം എടുക്കേണ്ടതാണ്. RCM നമുക്ക് കാണിച്ചു തരുന്നത് ഒരു തലതിരിഞ്ഞ വഴിയാണ്. പക്ഷെ ഇതാണ് ശരിയായ വഴി എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകണമെന്ന് മാത്രം. RCMനെ തിരിച്ചറിയാൻ പാടാം. പക്ഷേ താങ്ക് യു TCG എന്ന് പറഞ്ഞ ആ ഒരു മഹാമനുഷ്യന് ഒരിക്കൽ കൂടി നമ്മൾ എല്ലാവരും നന്ദി പറയാം. ഇവിടെ നമ്മൾ പറഞ്ഞു വന്നതൊക്കെ വാല്യൂവിനെ പറ്റിയാണ്. ഐ വാല്യൂ യു എന്നുള്ളൊരു ആ ഒരു സെന്റൻസ് എനിക്ക് കിട്ടിയത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്റ്റാർ റൂബി സിസിലി മാഡത്തിന്റെ ഉള്ളിൽ നിന്നാണ്.
സിനിമയുടെ ഒരു പ്രോഗ്രാം, ഗോമാസാന്റെ പ്രോഗ്രാമില് ഐ വാല്യൂ യു, വാല്യൂ എന്ന വാക്ക് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ ഐ വാല്യൂ യു എന്ന ആ ഒരു സെന്റൻസ് മുഴുവിച്ച് കേട്ടത് സിനിമാടത്തോട് പറയാതെ തന്നെയാണ് ഞാനിത് കോപ്പി എടുത്തത്. നല്ലതായിരുന്നു കോപ്പി എടുക്കുന്നത്, കുഴപ്പമില്ല. അപ്പം ബിൻസാറിനും സുധീ മാഡത്തിനും താങ്ക് യു ഇങ്ങനൊരു വാക്ക് തന്നതിന്. പക്ഷെ ഈ വാക്കിന്റെ വില എത്രയാണെന്നാണ് നമ്മൾ കാണാൻ പറ്റുന്നത്. ഏറ്റവും അധികം നമ്മൾ വാല്യൂ ചെയ്യേണ്ടത് ആർസിഎമ്മിനെയും ഗുഡ്ഡോട്ടും ഒരുമിച്ച് പ്രവർത്തിക്കാൻ തീരുമാനത്തിനാണ്. കാരണം ഇത്രയും മനോഹരമായ ഉൽപ്പന്നങ്ങൾ നമുക്ക് കിട്ടണമെങ്കിൽ, ഇത്രയും വാല്യൂ ഉള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് കിട്ടണമെങ്കിൽ ഈ ഒരു പ്രസ്ഥാനം ആർസിഎമ്മിന്റെ കൂടെ വന്നതുകൊണ്ടാണ്, ആർസിഎം അതിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ്. ഇവിടെ വാല്യൂ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ സ്വന്തം ബോഡിയിലേക്ക് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും ശരീരത്തിന് ഒരു വാല്യൂ ഇടാൻ വേണമെങ്കിൽ ബ്രെയിന് വാല്യൂ ഇടാം, ഹാർട്ടിന് വാല്യൂ ഇടാം, കിഡ്നിക്ക് വാല്യൂ ഇടാം, വാല്യൂ ഇടാൻ പറ്റുന്നവർക്കിടാം. ഇത് വാല്യൂ എത്രയുണ്ടെന്ന് ജസ്റ്റ് നെറ്റിൽ നോക്കിയപ്പോൾ കിട്ടുക. ഇത് നമുക്ക് എഴുതി കൂട്ടാൻ പറ്റുന്ന ഒരു സംഖ്യയല്ല, ഒരൊറ്റ അവയവത്തിന്റെ. ഇതിന്റെയൊക്കെ വാല്യൂ നമ്മൾ എന്നാ തിരിച്ചറിയാം? നമ്മൾ ട്രഡീഷണൽ ജീവിതത്തിലൂടെയാണ് പോകുന്നത്. നമ്മൾ ഇന്നത്തെ ലൈഫ് സ്റ്റൈലിൽ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോ ദിവസവും നമ്മുടെ ഓരോ ആരോഗ്യപരമായ പ്രശ്നങ്ങളും നമ്മൾ താഴോട്ടാണ് പോകുന്നത്. ഈ 3 അവയവങ്ങൾ നമ്മൾ എന്നും പോഷിക്കേണ്ടതാണ്. കാരണം ഇതിലൊന്നില്ലാതായാൽ നമ്മളെന്ന് പറഞ്ഞ വ്യക്തി, തലച്ചോറ്, ഹൃദയം, ശ്വാസോച്ഛ്വാസം, മറ്റെന്തും ഇല്ലാതെ ജീവിക്കാൻ പറ്റും. പക്ഷെ ഈ 3 എണ്ണം ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അവയെ ശ്രദ്ധിക്കുക, സ്നേഹിക്കുക എന്നുള്ളൊരു മുദ്രാവാക്യമാണ് നമ്മൾ ഓരോരുത്തരും ആർസിഎം വഴിയും ഗുഡ്ഡോട്ട് വഴിയും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ 3 അവയവങ്ങളെയും, നമ്മുടെ എല്ലാ അവയവങ്ങളെയും സംരക്ഷിക്കാൻ പറ്റുന്ന പ്രോഡക്റ്റുകൾ മാത്രമാണ് ആർസിഎമ്മിലും ഗുഡ്ഡോട്ടിലും ഉള്ളത്. ഇവിടെ വെച്ച് നമുക്ക് വേണമെങ്കിൽ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം, ഒന്ന് ചിന്തിക്കാം. വേണമെങ്കിൽ ലോ പ്രോട്ടീൻ ജങ്ക് ഫുഡിന്റെ ആ ഒരു ലെവലിലോട്ട് പോകാം. റെഡ് ലൈറ്റ് ആണെന്ന് അറിഞ്ഞിട്ടും നമ്മൾ പോകാം. അവിടെ എന്താ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. അല്ലെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തിട്ട് ഒരു തീരുമാനമെടുക്കാം. പ്ലാൻ ബേസ്ഡ് പ്രോട്ടീനെ പറ്റിയും ഇന്ന് കണ്ട കാര്യങ്ങളെ പറ്റിയും ഗുഡ്ഡോട്ട് എന്ന പ്രസ്ഥാനത്തെ പറ്റിയും വേണമെങ്കിൽ നമുക്കൊന്ന് ചിന്തിക്കാം. ഇത് സത്യമാണോ എന്ന് വേണമെങ്കിൽ ഒന്ന് തിരിച്ചറിയാം. തിരിച്ചറിഞ്ഞ ശേഷം നമുക്ക് വേണമെങ്കിൽ ആ ഗ്രീൻ ഫിക്സർ, ആ ഗ്രീൻ ഡോട്ട് നമുക്ക് സ്വീകരിച്ച് ഹൈ പ്രോട്ടീൻ ഉള്ള പ്ലാൻ ബേസ്ഡ് ഫുഡിന്റെ ആ ഒരു സോണിലേക്ക്, ബ്ലൂ സോണിലെ തുടക്കം മുതൽ അവർ ഉപയോഗിച്ച, പക്ഷേ നമുക്ക് ഇനിയും മാറാൻ സമയമുണ്ട്. 100 വയസ്സ് വരെ അല്ലെങ്കിലും ജീവിക്കുന്നിടത്തോളം കാലം നമ്മുടെ ആരോഗ്യത്തോടെ ജീവിക്കാനൊരു അവസരം പ്ലാൻ ബേസ്ഡ് ഫുഡുകൾ തരുന്നുണ്ട്. അതിനൊരു അവസരം മാത്രമല്ല, അതിന്റെ മാർഗം നമുക്ക് ആർസിഎം കാണിച്ചു തരുന്നുണ്ട്. ഇവിടെ നമ്മൾ എന്തും ചൂസ് ചെയ്യാം. പക്ഷെ ചൂസ് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ ഒരമ്മയും കുറച്ച് പിള്ളേരെയും കാണുന്നു, കുറച്ച് മക്കളും, അമ്മയും മക്കളും. മക്കൾ എന്താ പറയുന്നേ? എൻ്റെ അമ്മ എനിക്ക് ഫുഡിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാണ്, തിരയുകയാണ്. എവിടെയാ തിരയുന്നേ? താഴെ. അവിടെയും ഒരു അമ്മയും കുഞ്ഞുങ്ങളാണ്, പക്ഷെ മീനാണെന്ന് മാത്രം. അവിടെയും ആ കുഞ്ഞുങ്ങൾ ചിന്തിക്കുന്ന, എൻ്റെ അമ്മ എൻ്റെ ഫുഡിന് വേണ്ടിയിട്ട് തിരയുകയാണ്. നമ്മൾ ആ മീനെ പിടിക്കുമ്പോൾ, ആ അമ്മയുടെ മക്കൾക്ക് വേണ്ടി ആ മീനെ പിടിക്കുമ്പോൾ വേറൊരു കുറെ മക്കളുടെ സ്വപ്നങ്ങളാണ് കെട്ടടിയുന്നത്. ഒരു ജീവൻ നഷ്ടപ്പെടുമ്പോൾ ധാരാളം ജീവനുകളുടെ സ്വപ്നങ്ങളെ നമ്മൾ പല്ലി തകർക്കുകയാണ്. ഇതൊരു സിംബോളിക്കാണ്, പക്ഷെ ഇത് സത്യമാണ്. നമ്മൾ ഓരോരുത്തരും നോൺ വെജിറ്റേറിയൻ്റെ ഒരു മനുഷ്യനെ, ഒരു ജീവനെ ഇല്ലാതാക്കുന്നുണ്ടെങ്കിൽ നമുക്കിനി വേണമെങ്കിൽ ഒന്ന് മാറി ചിന്തിക്കാം. കാരണം നമുക്ക് വേണ്ടതെല്ലാം ഗുഡ്ഡോട്ട് തരുന്നുണ്ട്. നമുക്ക് വേണ്ട ടേസ്റ്റാണ്, നോൺ വെജിറ്റേറിയൻ പോലെ ഇരിക്കുന്നതാണ്, ഇതെല്ലാം നമുക്ക് തരുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒന്ന് മാറാം. മാറിയാൽ നല്ലത് മാത്രമേ വരൂ മാറുന്നവർക്ക്. ഇനി മാറാൻ താമസമെടുക്കുന്നവർക്കോ? വെൻ ഐ ആം റെഡി ഐ വിൽ സ്റ്റാർട്ട്, അല്ലെ? നാളെ ഞാൻ മാറാമെന്ന് വിചാരിക്കുന്നുണ്ടാകാം, പക്ഷേ ഇത് പറഞ്ഞു തീരുമ്പോഴത്തേക്കിനും നമ്മുടെ ലൈഫ് തീരും. ഈ പിക്ചർ അതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി ഒരൊറ്റ കാര്യങ്ങൾ, ഈ ഒരു പിക്ചർ നമ്മൾ പലരോടും ആർസിഎമ്മിന്റെ പറ്റി പറയും, ഗുഡ്ഡോട്ടിനെ പറ്റി പറയും. അവിടെ 2 പട്ടികൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ്. ഒരു പട്ടി കണ്ണുകെട്ടി, കയറ് കെട്ടി അനങ്ങാൻ മേലാതിരിക്കുകയാണ്, പ്രശ്നങ്ങളുടെ നടുവിലാണ്. അവിടെ ചെന്ന് ഒരാൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ, ഡു യു വാണ്ട് മീ ടു ഫ്രീ നൗ? ഫ്രീ യു. അവരെ ആ കെറ്റിൽ നിന്ന് നമ്മൾ ഒഴിവാക്കാമെന്ന് പറയുമ്പോൾ എന്താ പറയുന്നേ? ഇപ്പൊ വേണ്ട, ഇപ്പൊ ഞാൻ ട്രഡീഷണൽ ലൈഫിലാണ്, എനിക്ക് ഇന്നും കൂടെ ഈ ജോലി തീർക്കാനുണ്ട്, മാറണം, അല്ലെ? നമ്മൾ ഓരോരുത്തരും അങ്ങനെയായിരുന്നു. പക്ഷെ നമ്മൾ കണ്ട ഈ ഒരു ലോകം,
ഈ ഒരു വ്യത്യസ്തമായ ലോകം മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കാൻ നമുക്ക് എല്ലാവർക്കും പറ്റട്ടെ. കാരണം അത്ര എളുപ്പമല്ല. കാരണം കണ്ണുകെട്ടിയിരിക്കുന്നവരെ നമുക്ക് കൈപിടിച്ച് നമ്മുടെ ഈ ലോകം കാണിച്ചു കൊടുക്കാം. കാരണം ഇത്രയും മനോഹരമായ ഒരു ലോകം നമുക്ക് സമ്മാനിച്ച TCG എന്ന മഹാമനുഷ്യന്റെ ഈ ഒരു ലോഗോ, ഞാൻ ലോഗോയെ പറ്റി പിന്നെ പറയാം. RCMന്റെ ലോഗോയുടെ അർത്ഥം എത്ര പേര് ചിന്തിച്ചിട്ടുണ്ട്? ഈ ഒരു വീഡിയോ ഒന്ന് കണ്ണു തുറന്ന് കാണാം. RCMന്റെ ലോഗോ ഒരു ജലതുള്ളിയിൽ തുടങ്ങി അതൊരു സീഡ് കിളുത്തു വരുന്നു. അതിനുശേഷം അതിനെ നമ്മൾ ഒരു കൈത്താങ്ങായിട്ട് മാറണം. ഇതാണ് RCMന്റെ ലോഗോയുടെ മീനിങ്. ഇതായിരിക്കണം RCMകാരായ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും. നമുക്ക് ഓരോരുത്തർക്കും അങ്ങനെ മാറാൻ പറ്റണം. ഒരു ദിവസം കൊണ്ട് മാറാൻ പറ്റുമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഈ ലോഗോ കാണുമ്പോൾ നമ്മുടെ ഉള്ളില് ഈ ജലഗണവും ഈ കൈത്താങ്ങും ഈ ഒരു ചെറിയ ചെടിയും, കാരണം നമ്മൾ കൈത്താങ്ങായിട്ട് നിന്നാൽ മാത്രമേ ഉള്ളൂ RCM നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. കൂടെ വരുന്നവരെ വിജയിപ്പിക്കുക, അവർക്ക് വേണ്ട കൈത്താങ്ങും ജലവും നമ്മൾ കൊടുക്കുക. ഇതായിരിക്കട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും വിജയത്തിന്റെ രഹസ്യം. ഇത് തന്നെയാണ് വിജയത്തിന്റെ രഹസ്യം. അപ്പോ നമുക്ക് ഇനി വേണ്ടത് ഈ ഒരു സ്ലൈഡാണ്. സ്ലൈഡ് തീരാറായി. താങ്ക് യു, എല്ലാവർക്കും താങ്ക് യു. എല്ലാവരും ഗുഡോട്ട് പറയുന്ന പോലെ ബിക്കേൻഡ് കരുണയുള്ളവരായിരിക്കുക. ജീവൻ പോകുമ്പോൾ ഒരല്പം വേദനിക്കുന്നവരായി മാറുക. ജീവന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറാകുക. കാരണം ഇതല്ലാതെ മറ്റൊന്നും നമ്മുടെ ലൈഫിൽ നമുക്ക് ചെയ്യാനുള്ള വളരെ ചെറിയ ലൈഫാണ്. ഇതൊക്കെ നമുക്ക് സമ്മാനിച്ച ഒരു മഹാമനുഷ്യനെ നമുക്ക് ഓർത്തുകൊണ്ട് എല്ലാവർക്കും ഒരുമിച്ച് ഒരു സല്യൂട്ട് കൊടുക്കണമെങ്കിൽ ഈ മനുഷ്യന് വേണം കൊടുക്കാനായിട്ട്. എത്ര ബ്രാൻഡ് വന്നോട്ടെ, എന്ത് വന്നോട്ടെ, ഇതൊക്കെ നമുക്ക് കിട്ടാൻ കാരണക്കാരനായ TCG എന്ന മഹാവ്യക്തിക്ക് ഒരു സല്യൂട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ ഞാൻ എൻഡ് ചെയ്യാം. ഇനി എന്നാ നമ്മൾ പറയാ? എല്ലാ വീട്ടിലും ഗുഡോട്ട്, വീട് വീടാന്തരം ഗുഡോട്ട്. സാർ പറഞ്ഞ പോലെ ഹിന്ദിയിൽ പറഞ്ഞു, ഞാനത് മലയാളത്തിൽ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. നമ്മൾ മലയാളികളാണ്, നമുക്ക് മലയാളത്തിൽ പറഞ്ഞ് പ്രചരിപ്പിക്കാം. എല്ലാ വീട്ടിലും ഗുഡോട്ട്, വീട് വീടാന്തരം ഗുഡോട്ട്. ഈ ചെറിയ ഡോട്ടിന്റെ വെളിച്ചം ഒന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ വെളിച്ചം പരക്കട്ടെ, നാടുകൾ തോറും പരക്കട്ടെ, രാജ്യങ്ങൾ തോറും പരക്കട്ടെ. നമ്മൾ RCMക്കാർ വഴി പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം, നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാം. കാരണം ഇതായിരിക്കട്ടെ നമ്മുടെ സ്വപ്നം. ഈ ഡോട്ടിന്റെ വെളിച്ചം നമുക്ക് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിച്ച് നമുക്ക് ഓരോരുത്തർക്കും വലിയൊരു വിജയം ഗുഡോട്ടിലൂടെ സാധിക്കും. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഗുഡോട്ടിനെ തിരിച്ചറിയാനുള്ളവർ തിരിച്ചറിയുക. താങ്ക് യു ഓൾ. താങ്ക് യു ഹേമന്ത് സാർ. താങ്ക് യു ഓൾ ലീഡേഴ്സ്. താങ്ക് യു ഓൾ. താങ്ക് യു മൂർത്തി സാർ. മൂർത്തി സാറാണ് എനിക്ക് ഈ ഒരു അവസരം തന്നത്. താങ്ക് യു ഓൾ. ഞാൻ ഈ പ്രസന്റേഷൻ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.